ദർശനങ്ങൾ പരിശുദ്ധാത്മാവ് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ എന്നെ കാണിച്ചു. इससे जुड़े दो दर्शन परमेश्वर की आत्मा ने मुझे दिखाया. രണ്ട് ദർശനങ്ങളാണ് ഞാൻ ഈ കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ കണ്ടത്. इस सभा के संबंध में दो दर्शन मैंने देखे. അതിനകത്ത് ഒരു ദർശനം ഇതായിരുന്നു. और उसमें से एक दर्शन ये था, ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്ന ഒരു റിഫൈനറി, कच्चे तेल को परिष्कृत करने वाली एक रिफाइनरी निकल रहे हैं. ഞാൻ അതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നിങ്ങളോട് പറയാം. और थोड़ा सा और सफाई से मैं उसको आपको बताता हूं. വർഷങ്ങൾ കത്തിയാലും തീരാത്ത ചില എണ്ണക്കിണറുകൾ പൊങ്ങി വരുന്ന സീസൺ ആയിരിക്കും. कुछ ऐसे तेल के कुएं वो आपको दे रहा है जो कई साल जलने पर भी खत्म नहीं होंगे. എന്നോട് ദൈവം പറഞ്ഞ ദൂത് ഇതാണ്. परमेश्वर ने मुझसे यही संदेश बताया. ഹെവൻലി റിഫൈനറി ആയിരിക്കും ഈ മീറ്റിംഗ്. ये मीटिंग एक स्वर्गीय रिफाइनरी होगी. നിന്നെ സംസ്കരിക്കുന്ന, आपको परिष्कृत करने वाली, നിന്നിലെ ക്രൂഡ് ഓയിലിനെ അപ്പോസ്തലനാക്കി മാറ്റുന്ന, आपके अंदर के कच्चे तेल को प्रेरित बनाने वाली, നിന്നിലെ ക്രൂഡ് ഓയിലിനെ പ്രൊഫറ്റ് ആക്കി മാറ്റുന്ന, उस कच्चे तेल को भविष्यवक्ता बनाने वाली, നിന്നിലെ ക്രൂഡ് ഓയിലിനെ ആമേൻ എയറോനോട്ടിക് സ്പേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്ധനങ്ങളാക്കി മാറ്റുന്ന, आपके अंदर के कच्चे तेल को हवाई जहाज का ईंधन बनाने वाली ഒരു ഹെവൻലി റിഫൈനറിയാണ് ഈ കോൺഫറൻസ്. एक स्वर्गीय रिफाइनरी है ये सभा. എന്നോട് ദൈവം പറയുന്നു, परमेश्वर मुझसे कह रहा है, നിന്നെ ഇതുവരെ ലോകത്തിന് മനസ്സിലായിട്ടില്ല. तुझे आज तक दुनिया समझ नहीं पाई है. നിന്റെ വീട്ടുകാർക്ക് നിന്നെ പിടികിട്ടിയിട്ടില്ല. तेरे घर वाले तुझे समझ नहीं पाए हैं. പക്ഷെ നീ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത, കുടിച്ചിട്ടില്ലാത്ത ഒരു ഭയങ്കര എണ്ണക്കിണറാണെന്ന്. लेकिन तू एक ऐसा तेल का कुआं है जिसकी गहराई का अभी तक पता नहीं चला है. നിങ്ങളിൽ ചിലരെ കണ്ടെത്തുന്ന കോൺഫറൻസ് ആണത്. आप में से कुछ लोगों को खोजने वाली एक सभा है ये. 2006 ഒരു കോൺഫറൻസിലായിരുന്നു റൈസൺ തോമസിനെ ദൈവം കണ്ടെത്തിയത്. 2006 की एक ऐसी एक सभा में रेसन थॉमस को प्रभु ने खोजा. അതുവരെ റൈസൺ തോമസിനെ ഖനനം ചെയ്തിട്ടില്ലായിരുന്നു. तब तक रेसन थॉमस को खोद कर निकाला नहीं गया. റൈസൺ തോമസ് ആരെന്ന് ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു. हमारे घर के लोगों को पता नहीं था रेसन थॉमस कौन പക്ഷേ है. ആ കോൺഫറൻസിൽ ഒരു കിണർ പൊങ്ങി വന്നു. लेकिन उस सभा में एक कुआं फूट निकला. ഈ കോൺഫറൻസിൽ इस कॉन्फ्रेंस में നിങ്ങളിൽ ചിലർ പൊങ്ങി വരാൻ പോകുന്നു. आप में से कुछ लोग उठने वाले हैं. ഇതൊരു ഹെവൻലി റിഫൈനറിയാണ്. ये एक स्वर्गीय रिफाइनरी है. ആ വാക്ക് പറഞ്ഞേ, ഹെവൻലി റിഫൈനറി. बोलिए स्वर्गीय रिफाइनरी. ഞാൻ ഈ വാക്കുകൾ ഇതുവരെ ലൈഫിൽ യൂസ് ചെയ്തിട്ടില്ല. ये शब्द जिंदगी में अभी तक मैंने इस्तेमाल नहीं किया है. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് പകൽ ആ വാക്ക് യൂസ് मैं ചെയ്യുന്നത്. पहली बार आज दिन में वो शब्द इस्तेमाल कर रहा हूँ. മാളിക മുറിയിലേക്ക് കയറുമ്പോൾ ऊपरी कोठरी में जब जाते हैं 120 പേരും ക്രൂഡ് ഓയിലാണ്. 120 के जो लोग थे वो सब कच्चे तेल हैं. പക്ഷെ പരിശുദ്ധാത്മാവിന് അറിയാം, लेकिन पवित्र आत्मा जानता है ഒരു റിഫൈനറിയിൽ കൂടെ കയറി ഇറങ്ങിയ कि यहाँ पर वो एक कारखाने में से गुजर रहे हैं. ഇതിനകത്ത് ചിലത് തെളിഞ്ഞു വരും. इनमें से कुछ शुद्ध होकर निकलेंगे. നിന്നിലെ അപ്പോസ്തലൻ ഷാർപ്പണാകാൻ പോവുകയാണ്. आपके अंदर का जो प्रेरित है वो तीखा बनने वाला है. ഇപ്പോൾ തന്നെ ആ വാക്ക് ഞാൻ ഇവരുടെ മേൽ ഇടുന്നു. और वो शब्द मैं आपके ऊपर डाल रहा हूँ. ഒരു റിഫൈനറിക്ക് അകത്തേക്ക് അവർ കയറട്ടെ. उस कारखाने के अंदर घुसे. വിശ്വസിക്കുന്നവർ അല്പസമയം ആ കരങ്ങളെ അടിച്ചു യേശുവിനെ ആരാധന. विश्वास करने वाले कुछ देर आत्मा में आराधना करें. നിന്നെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. वो आपको निखारने जा रहा है.
കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊച്ചിൻ റിഫൈനറിയുടെ സൈഡിൽ കൂടെ പോയി. पिछले दिनों में हम कोचिन रिफाइनरी के पास से गुजरे. അപ്പൊ എന്റെ സഹോദരൻ എബേസ് ചോദിച്ചു, तो भाई एबेस ने पूछा അതെന്താ ആ തീ കത്തുന്നതെന്ന് ചോദിച്ചു. वो जो आग सी जल रही है वो क्या है? ഞാൻ പറഞ്ഞു, മോനെ, അത് ഗ്യാസ് പുറത്തേക്ക് പോവാണ്. मैंने कहा वो गैस बाहर की ओर निकल रही है. അത് അണയത്തില്ലേ അച്ഛാന്ന് ചോദിച്ചു. तो उन्होंने पूछा क्या वो बुझती नहीं है? ഞാൻ പറഞ്ഞു, എന്നാ റിഫൈനറി തുടങ്ങി അന്ന് മുതൽ मैंने കത്തിക്കൊണ്ടിരിക്കുക, कहा जब से वो कारखाना लगा है तब से वो आग जल रही है, അണയ്ക്കാനൊക്കത്തില്ല, बुझाई नहीं जा सकती. മഴയത്ത് അണയത്തില്ല, चाहे बारिश हो नहीं बुझती, കൊടുങ്കാറ്റിൽ അണയത്തില്ല. तूफान में नहीं बुझती है. ആമേൻ. आमीन. ഞാൻ റിഫൈനറി പൊങ്ങി വരുമെന്നല്ല പറയുന്നത്, कारखाने के सामने खड़ा होकर मैं ये बात नहीं बोल रहा हूँ. ആ റിഫൈനറിയിലേക്ക് ഒഴുകുന്ന ക്രൂഡ് ഓയിലുകൾ ഉണ്ടാക്കുന്ന കിണറുകളായി നീ പൊങ്ങി വരുമെന്ന പറയുന്നത്. मैं तो ये कह रहा हूँ कि उस कारखाने में जो कच्चा तेल पहुँचता है उसके कुएं के रूप में आप उठेंगे. നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് തിരിയും കേട്ടോ. आपकी जिंदगी में एक बहुत बड़ा बदलाव आएगा. നിങ്ങൾ ഈ മീറ്റിംഗിന് വരുമ്പോൾ इस मीटिंग में जब आप आते हैं, നിങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ച് നിങ്ങൾക്ക് വേഗായ ഒരു പിക്ചറേ ഉള്ളൂ. आपकी सेवकाई के बारे में आपके मन में एक धुंधली तस्वीर है. ഞാൻ ഈ സെക്കൻഡ് കൊരിന്ത്യൻസ് 5:17 ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 11-12 വർഷമായി. 2 कुरिन्थियों 5 का 17 पर प्रचार करते हुए मुझे 11-12 साल हो गए हैं. ആ വാക്ക് എന്റെ ലൈഫിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കി. उस वचन ने मेरी जिंदगी में बड़ा बदलाव किया. 12 വർഷം മുമ്പ് ആ വാക്യം ദൈവം വെളിപ്പെടുത്തുമ്പോൾ 12 साल पहले जब परमेश्वर ने वो वचन मुझे दिया, ഇന്നത്തെ പോലെ ക്ലിയർ അല്ല. तो वो आज की तरह इतना स्पष्ट नहीं था. ഒരു ഹാലജൻ ലൈറ്റ് അടിച്ച് ഇങ്ങനെ കാണിക്കുന്ന പോലെയാണ്. जैसे हेलोजन लाइट लगाई जाती है उस तरह से था. ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. बहुत कुछ दिख सकता है. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ लेकिन कुछ साल बीतने के बाद ഹാലോജൻ ബൾബ് ചെറുതായി हेलोजन बल्ब जो है वो छोटा छोटा होता गया. ഇന്നത്തെ ഒരു ലേസർ ലൈറ്റ് ആണ്. आज वो एक लेजर लाइट है. ചില സ്ഥലങ്ങളെ സ്പോട്ട് ചെയ്യുന്ന ലേസർ ലൈറ്റ്. कुछ जगहों की ओर इशारा करने वाली लाइट. ഇന്ന് വളരെ ക്ലിയർ ആണ് എന്താ പ്രസംഗിക്കുന്ന വിഷയത്തിനകത്ത്. आज मुझे स्पष्ट पता है मैं क्या प्रचार कर रहा हूं. നിന്റെ മിനിസ്ട്രി ഇന്നൊരു വലിയ ആമേൻ എന്തോ വേഗായ കാഴ്ചയിലായിരിക്കും നിൽക്കുന്നത്. आज आप अपनी सेवकाई में धुंधली तस्वीर में खड़े होंगे, പക്ഷെ സ്വർഗം നിന്നെ സ്പോട്ട് ചെയ്യാൻ പോവുകയാണ്. लेकिन परमेश्वर आपको स्पॉट करने वाला है. ഹല്ലേലൂയ. हालेलुया. നീ എന്താണെന്നും നീ എന്തായി തീരാൻ പോകുന്നെന്നും നിന്റെ മിനിസ്ട്രി എന്താണെന്നും ഒക്കെ ദൈവം സ്പോട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നീ വന്നിരിക്കുന്നത്. आप क्या हैं, आप क्या बनने वाले हैं, आपकी सेवकाई क्या है, वो सब आप पर प्रकट करने की जगह पर आप आए हुए हैं. ഹല്ലേലൂയ. हालेलुया. ലക്ഷ്യമില്ലാതെ നീ അലയത്തില്ല. लक्ष्यहीन होकर आप घूमेंगे नहीं. നിന്നിൽ നിന്നും ദൈവം എന്തൊക്കെയോ പുറത്തേക്ക് എടുക്കാൻ പോകും. कुछ परमेश्वर आपके अंदर से बाहर लाने वाला है. റിഫൈനറിയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? कोई ऐसा है जो रिफाइनरी में तेल के कारखाने में गया? റിഫൈനറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? किसी ने तेल के कारखाने में काम किया हो? ഓക്കെ, പെട്ടെന്ന് മനസ്സിലാകും. जल्दी समझ में आ सकता है. ക്രൂഡ് ഓയിൽ കയറ്റി വിടും. कच्चा तेल अंदर जाता है. അതിലെ കണ്ടത്തിലെ ചെളിവെള്ളം പോലെ ഇരിക്കും. वो ऐसा होता है जैसे वो कीचड़ हो, പക്ഷെ അതിൽ നിന്നാണ് लेकिन उसके अंदर से വിമാനത്തിന്റെ ഇന്ധനങ്ങൾ തുടങ്ങി, हवाई जहाज के ईंधन से लेकर ഗ്രീസ് തുടങ്ങി, ग्रीस से लेकर തറയിലിടുന്ന ടാർ വരെ ഉണ്ടാക്കുന്നത്. जो सड़क बनाने वाला तारकोल है वो बनता है. ദൈവം എന്നോട് പറഞ്ഞത്, परमेश्वर ने मुझसे कहा ഇവിടുന്ന് ടാറൊന്നും പുറത്തു വരത്തില്ല, यहाँ से तारकोल नहीं निकलेगा, അതിവേഗതയുള്ള ചിലത് പുറത്തു വരും. यहाँ पर तेजी वाला कुछ निकलेगा. ചേർന്ന് പ്രാപിക്കാൻ പറ്റുമെങ്കിൽ പ്രാപിച്ചോണം. मिलकर वो पाए. ഹല്ലേലൂയ. हालेलुया. മറ്റൊരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിച്ചുകൂടെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് പോകാം. एक और दृश्य जो प्रभु ने मुझे दिखाया वो बताकर हम वचन की ओर चले. ചില നാളുകൾക്ക് മുമ്പ് ആസാമിൽ പ്രാർത്ഥിക്കാനിരുന്നു. कुछ समय पहले असम में प्रार्थना के लिए बैठे എന്റെ അപ്പോസ്തലൻ പാസ്റ്റർ ഫിന്നി സ്റ്റീഫന്റെ കൂടെയാണെന്ന് പ്രാർത്ഥിക്കാനിരുന്നത്. और प्रेरित पास्टर फिनी स्टीफन के साथ मैं प्रार्थना के लिए बैठा था. നമ്മുടെ രണ്ട് സഹോദരിമാരും ഇവിടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. और उस समय ये दोनों बहनें प्रार्थना के लिए हमारे साथ थी. റിജോ പാസ്റ്റർ ഉണ്ടായിരുന്നു ആസാമിൽ പോയത്? ഇല്ല. ഓക്കെ, ഞാൻ കുറച്ചു പേര് മാത്രം പ്രാർത്ഥിക്കുകയാണ്. बहुत थोड़े लोग, उनमें ये 2 बहनें थी, हम प्रार्थना कर रहे थे. അന്ന് ഞാനൊരു ദർശനം കണ്ടു. और उस दिन मैंने एक दर्शन देखा. മീറ്റിംഗിന്റെ അവസാനം मीटिंग के अंत में ചില മനുഷ്യർ കാംഗറൂസിനെ പോലെ ചാടും. कुछ लोग कंगारू की तरह उछल रहे हैं. ചാടി ഓർമ്മയുണ്ടോ അവിടെ കിടന്ന്? आपको याद है वो ചുമ്മാ ചാടും. ऐसे ही कंगारू की तरह उछल रहे हैं. അവർ ചാടുന്നത് ഭൂഖണ്ഡങ്ങളിലേക്കാണ്. वो जो उछल रहे हैं वो महाद्वीपों की ओर उछल रहे हैं.
ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ मैंने जब ये बात बताई അവിടെ നിന്ന് എല്ലാരും ചാടി. तो वहां जितने लोग थे सब उछलने लगे. ആ ചാട്ടത്തിന്റെ റിസൾട്ട് ഞാൻ പറയാം. और वो जो उछल कूद थी उसका परिणाम बताता हूं. അന്ന് ചാടുമ്പോൾ जब उस दिन वो उछल रहे थे, ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡം എന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. तब तक ऑस्ट्रेलिया महाद्वीप मेरे सामने बंद था. പക്ഷെ ഇന്ന് ഇൻ ക്രൈസ്റ്റിന് ഓസ്ട്രേലിയയിൽ ചർച്ച ഉണ്ട്. लेकिन आज इन क्राइस्ट की एक कलीसिया ऑस्ट्रेलिया में है. തീർന്നില്ല. खत्म नहीं हुआ अभी. ഓസ്ട്രേലിയയിൽ നിന്നും ഒരു സഹോദരി നമ്മുടെ കൂടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ऑस्ट्रेलिया से एक बहन इस सभा में हमारे बीच में आई है. ദൈവാത്മാവ് പറയുന്നു, परमेश्वर का आत्मा कह रहा है, ചിലരുടെ മേൽ അങ്ങനെ ചില കാലുകൾ ദൈവം വെച്ച് തരാൻ പോവാ. ऐसे कुछ कार्ड कुछ लोगों पर परमेश्वर ने रखे हैं. ഇതുവരെ നീ കണക്ട് ആയിട്ടില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്ക് ദൈവാത്മാവിൽ നീ കണക്ട് ആകാൻ പോകുക. आज तक जिन जगहों से आप जुड़े नहीं है, आत्मा उनसे आपको जोड़ने वाला है. ജീസസ്. എനിക്കിതെല്ലാം കോമഡി ആയിട്ട് തോന്നുന്നു. मुझे ये सब कॉमेडी जैसा लग रहा है. കാങ്കറൂസിനെ പോലെ ആളുകൾ ചാടുക. कंगारू की तरह लोग उछल रहे हैं. ഇത് ഞാൻ പൊട്ടനെ പോലെ വിളിച്ചു പറഞ്ഞു. और मैंने एक बेवकूफ की तरह वो बताया. എന്റെ കൂടെയുള്ള ആളുകളും ചാടി. मेरे साथ जो लोग थे वो भी उछले. ആ ചാട്ടം നടക്കുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് ആളുകൾ വന്ന് വീട്ടിൽ താമസിക്കാൻ പോവുകയാണ്. और जब मैं उछला मुझे नहीं पता था कि ऑस्ट्रेलिया से लोग आकर घर में रहेंगे. നിന്റെ വീടിനെ ദൈവം ഉണർവിന്റെ ഹബ്ബാക്കാൻ പോവുകയാണ്. आपके घर को प्रभु बेदारी का केंद्र बना देगा. ഹല്ലേലൂയ. हालेलुया. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ട രണ്ടാമത്തെ ദർശനം, और इस विषय में प्रार्थना करते समय दूसरा एक दर्शन देखा. നിങ്ങളിൽ പലരെയും ഞാൻ കണ്ടു. आप में से कईयों को मैंने देखा. നിങ്ങൾ പതിയെ നടന്നാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. आप धीरे धीरे चलकर इधर आए. ഒത്തിരി കംപ്ലൈന്റുകളൊക്കെ പറയുന്നു എന്നോട്. बहुत सी शिकायतें आपने मुझसे कही. പക്ഷെ ഇവിടെ കയറി വന്നിട്ട് लेकिन यहाँ अंदर आकर നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നു. आप सब अलग अलग जगह पर बैठ गए. എന്നിട്ട് അതിവേഗതയുള്ള സ്കേറ്റിംഗ് ബൂട്ടുകൾ നിങ്ങൾ കെട്ടുന്നു. और बहुत तेजी से चलने वाले स्केटिंग के बूट आपने पहने. എല്ലാവരും നടന്നു പോകുമ്പോൾ सब लोग जब चल रहे थे, ചിലർ അതിന്റെ ഇടയിൽ കൂടെ വേഗത്തിൽ ഓടിക്കേറുന്നു. कुछ लोग तेजी से भागने लगे. അത് നിന്നെ കുറിച്ചാണ് പറയുന്നത്. वो आपके बारे में बताया गया है. നിന്നെ കുറിച്ചാ പറയുന്നത്. आपके बारे में बताया गया है. നിന്റെ പട്ടണത്തിൽ എല്ലാവരും സ്ലോ ആയി പോകുമ്പോൾ आपके शहर में बाकी लोग जब धीरे चल रहे हैं, നീയും നിന്റെ കുടുംബവും അതിവേഗത പ്രാപിച്ച് आप और आपका परिवार तेजी से चलेंगे. ഓ പിടിക്കാമെങ്കിൽ പിടിച്ചോ. അത് अगर आप पा सकते हैं तो पाएं. അതിവേഗതയോടെ बड़ी तेजी से. ചിലതിനെല്ലാം നീ ഓവർടേക്ക് ചെയ്യാൻ. कुछ लोगों से आप आगे निकलेंगे. ഓ തുലബാ ശഠലലബരാ. നിന്റെ മിനിസ്ട്രി ഇതുവരെ സ്ലോ ആയിരുന്നെങ്കിൽ, अगर आपकी सेवकाई अभी तक धीमी थी, ഇന്ന് പകൽ മുതൽ तो आज दिन में से ആ ദൂതന്മാർ സ്കേറ്റിംഗ് ഷൂസിനെ കെട്ടിക്കാൻ പോവുകയാണ്. उस राज्य में एक बड़ी तेजी आ रही है. അല്പസമയം കരങ്ങളെ അടിച്ച ആ ദൂതനെ സ്വീകരിച്ചോ. कुछ देर ताली बजाते हुए उस वचन को स्वीकारें.
ഈ രണ്ട് പ്രൊഫറ്റിക്കൽ കാഴ്ചകളാണ് ഞാൻ കണ്ടത്. ये दो भविष्यवाणी दर्शन मैंने देखे. 2.5 വർഷം മുമ്പ് ഞാൻ കാങ്കറൂസിനെ കുറിച്ച് കണ്ടതുപോലെ कंगारू के बारे में मैंने जो दर्शन देखा वो लगभग 2.5 साल पहले. ഈ സീസണിൽ ഞാൻ കണ്ടത്. और इस सीजन में मैंने जो देखा, നിങ്ങളിൽ പലരും ഉണ്ട്, आप में से कई लोग, സഹോദരിമാരിൽ പലരും ഉണ്ട്, बहनों में से काफी लोग, നിന്റെ വീട്ടിൽ എല്ലാവരും സ്ലോ ആയി പോകുമ്പോൾ आपके घर में बाकी लोग धीमे धीमे चल रहे हैं. ചർച്ച് പാസ്റ്റേഴ്സിനോട് ഞാൻ പറയാം, कलीसिया के पास्टरों से मैं कहना चाहता हूँ, നിന്റെ ദേശത്തിലെ എല്ലാവരും സ്ലീപ്പിംഗ് മോഡിൽ കിടക്കുമ്പോൾ, आपकी जगह के बाकी लोग जब स्लीपिंग मोड में हैं, ദൈവം നിന്നെ സ്പോട്ട് മോഡിൽ ഇടാൻ പോവുകയാണ്. परमेश्वर का जो स्पॉट वो आप पर पड़ने वाला है. ഓട്ടോമൊബൈൽ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ ടർബോ എഞ്ചിൻ ദൈവം ആമേൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. कुछ देर अन्य भाषा में बोलते हुए उसे स्वीकारे, परमेश्वर उसे ऑन करने वाला है. നിന്റെ വാഗ്ദത്തത്തിലേക്കും നിന്റെ നിയോഗത്തിലേക്കും ഒരു അതിവേഗത നീ കൈവരിക. वो आपको वायदे की ओर, आपकी अगुवाई की ओर तेजी से बढ़ा रहा है. ജീസസ്. ഇത് ചിലരുടെ ലൈഫിലെ അവസാനത്തെ ഗ്ലോറി സ്പോട്ട് ആയിരിക്കും. कुछ लोगों के जीवन में ये आखिरी ग्लोरी स्पॉट होगा. കാര്യം നിന്നെ ഇനി അഷ്ടമുടിക്ക് വേണ്ട, ലോകരാജ്യങ്ങൾക്ക് വേണം. क्योंकि अब से आप अष्टमड़ी के लिए नहीं, दुनिया के देशों के लिए हैं. ഭൂഖണ്ഡങ്ങൾക്ക് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണം. महाद्वीपों के लिए परमेश्वर आपको तैयार कर रहा है. ആമേൻ. आमेन. ആമേൻ. आमेन. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? आप मेरे साथ हैं? വളരെ ശാന്തമായിട്ട് നിൽക്കുകയാണ്. बड़े आराम से बैठे. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത്, परमेश्वर ने मुझसे कहा ഒന്നും ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യരുത്, कि यहाँ पे किसी भी छल कपट की जरूरत नहीं है, ഒന്നും ചെയ്യരുത്, खुद कुछ करने की जरूरत नहीं है. ഞാൻ ചെയ്തോളാം ദൈവം പറഞ്ഞേക്കുന്നത്. परमेश्वर ने मुझसे कहा मैं खुद कर लूंगा. ദൈവം എന്നോട് പറഞ്ഞ ഞാൻ ഏറ്റെന്നാ. परमेश्वर ने मुझसे कहा मैंने बस उसे ले लिया है. അതുകൊണ്ടാണ് ഞാൻ ശാന്തമായിട്ട് നിൽക്കുന്നത്. तो इसीलिए हम ऐसे आराम से खड़े हैं. ശാന്തമായിട്ട് നിന്നാൽ ഇവിടുത്തെ അന്തരീക്ഷം ഭയങ്കര തിക്ക്. आराम से हम खड़े हैं तो भी यहाँ एक घनी उपस्थिति है. ജീസസ്. ഈ വർഷം തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കൂടെ പറയാം. इस साल के शुरुआत से परमेश्वर ने एक जो बात बताई वो भी बताता हूँ. ഇതൊരു സീസൺ അല്ല, ये एक सीजन नहीं है, ഇതൊരു യുഗമാണെന്ന്. ये एक युग है. ഇതൊരു ഇറായാണ്, ഒരു ഇറ. ये एक युग है. സീസണുകൾ പെട്ടെന്ന് തീരും, समय या मौसम बदल जाते हैं, പക്ഷെ യുഗങ്ങൾ തുടങ്ങിയാൽ लेकिन युग अगर शुरू हो അത് जाए തീരത്തില്ല. तो वो खत्म नहीं होता. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, और वही ने यीशु के बारे में लिखा है, യുഗങ്ങളുടെ പാറയാണ്. वो युगों की चट्टान है. യേശുവിന് വേണ്ടി ദൈവം തുറന്നു കൊടുത്തത് यीशु के लिए परमेश्वर ने जो खोला 3.5 വർഷത്തെ സീസൺ അല്ല, वो 3.5 साल का समय नहीं था. അവൻ മരിച്ചാലും തീരാത്ത യുഗമാണ്. वैसा युग खोला जो उसकी मौत के बाद भी खत्म नहीं होगा. അവന്റെ ക്രൂശീകരണം കൊണ്ട് സീസൺ തീരുമായിരുന്നു, उसके क्रूस के साथ सीजन खत्म हो सकता है, പക്ഷെ തുറന്നത് യുഗമായതുകൊണ്ട് लेकिन खोला युग था. അത് 2020 കണ്ടിന്യൂ ചെയ്യുകയാണ്. इसलिए वो 2020 में भी जारी है. പിടിക്കാൻ പറ്റുമോ? क्या आप सोच सकते हैं? ആമേൻ. आमेन. നീ കൊണ്ട് തീരത്തില്ല. वो खत्म नहीं होता. നിന്റെ മക്കളുടെ മേൽ
നിന്റെ മക്കളുടെ മേൽ, आपके बच्चों നിന്റെ पर, ഭാര്യയുടെ മേൽ, आपकी पत्नी നിന്റെ पर, ഭർത്താവിന്റെ മേൽ, आपके पति നിന്റെ पर, കൊച്ചുമക്കളുടെ മേൽ, आपके नाती पोतों पर, എല്ലാം ഒരു പുതിയ യുഗത്തെ ദൈവം തുറക്കുകയാണ്. सब पर प्रभु एक नया युग खोल रहा है. ഈ ദൂതന്റെ ശക്തി അറിയാവുന്നതുകൊണ്ട് എനിക്ക് നിന്ന് കരയാൻ തോന്നുകയാണ്. मैं ये सोच रहा हूं कि आपको इसकी सामर्थ्य का पता है. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രസവ വേദന എന്താണെന്ന് എനിക്കറിയാം. अभी मैं ये महसूस कर रहा हूं कि वो प्रसव का दर्द क्या होता है. ഇന്ന് എന്നെ ഇവിടെ നിർത്താത്ത നിലയിൽ സ്ട്രഗിൾ ഉണ്ടായതെന്തെന്ന് എനിക്കറിയാം. मुझे पता है एक ऐसा संघर्ष था जो मुझे यहाँ खड़े नहीं होने देना തുറന്നു चाहता, വിടുന്നത് യുഗങ്ങളെയാണ്. लेकिन जो खोला है वो युगों को. യേശുവേ, You ready, church? कलीसिया क्या आप तैयार हैं? Amen. आमीन. ഒന്ന് രണ്ട് പേരെ നോക്കിട്ട് പറ, ഒരു യുഗം നിനക്ക് മുമ്പിൽ തുറക്കുമെന്ന് പറ. ये एक युग आपके सामने खुल रहा है. Tell your neighbor, tell your neighbor. बोलिए, एक दूसरे से बोलिए. There is an era. बोलिए, ये एक युग है. एक युग आपका, आमीन. बोलिए, ये आपका युग है. ये आपका युग है. हालेलुया. അംസൻ സിസ്റ്റർ, എന്താ ഈ യുഗം എന്ന് പറഞ്ഞ തെലുങ്കിൽ എന്താ? അംസൻ സിസ്റ്റർ എന്താ? യുഗ युगालू. ये आपका युगालू है. ये आपका युगालू है. हालेलुया. हालेलुया. മലയാളികളും ഹിന്ദിക്കാരും പ്രത്യേകം കേട്ടോണം. जो मलयाली हैं और हिंदी भाषी वो ध्यान से सुने. അവർക്ക് യുഗാലു മതി. उनको वो युगालू काफी है उनके लिए. പോയി 50 സഭ സ്ഥാപിക്കും. वो जाके 50 कलीसियाएं शुरू करेंगे. ആ യുഗാലു കൊണ്ടുപോയി वो युगालू लेकर जा रहे हैं. ആമേൻ. आमीन. युगालू. प्रभाकर पास्टर आपका युगालू है. हालेलुया. हालेलुया. പറഞ്ഞ മനസ്സിലായോ? आपको समझ में आ रहा? അവർക്ക് അത്രേ മതി. उनको उतना काफी है. നിങ്ങളെ ഓർത്ത് ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. आपके लिए बहुत प्रभु को मैं धन्यवाद देता हूँ. അതുകൊണ്ട് ഇത് റിഫൈനറി ആണ്. ये यहाँ तेल का एक कारखाना है. Are you ready? क्या आप तैयार हैं? എന്ന് പറഞ്ഞാൽ ഈ പെട്രോളും മണ്ണെണ്ണ കൈകാര്യം ചെയ്യുന്ന പോലെ ഡീസൽ കൈകാര്യം ചെയ്യരുത്. यानी जैसे पेट्रोल और मिट्टी का तेल इस्तेमाल करता है वैसे डीजल इस्तेमाल नहीं करना. ഡീസൽ കൈകാര്യം ചെയ്യുന്ന പോലെ പെട്രോളും കൈകാര്യം जैसे डीजल इस्तेमाल करते हैं वैसे पेट्रोल भी नहीं करना. പെട്രോൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഈ വിമാനത്തിന്റെ ഇന്ധനം और കൈകാര്യം जैसे हम पेट्रोल इस्तेमाल करते हैं जो विमान का ईंधन है वो वैसे इस्तेमाल नहीं किया जा सकता. അതുകൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. और इसलिए बोर्ड लिखा होता है कि अत्यंत ज्वलनशील. നിന്നെ കുറിച്ച് ആത്മമണ്ഡലം പറയാൻ പോകുന്ന വാക്കാണ്. आपके बारे में आत्मिक जगत यही बोलने वाला है. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോണം. सावधानी बरतें. ഹൈലി ഇൻഫ്ലേമബിൾ ये ആയിരിക്കും. अत्यंत ज्वलनशील है. നീ കത്തിക്കൊന്നും വേണ്ട. आपको जलाने की जरूरत നീ नहीं है. ചെന്നാൽ മതി കാത്തുവാളുകൾ. आपका जाना काफी है. जल उठेगा. നീ കത്തിക്കണ്ട. आपको जलाना नहीं है. നിന്റെ പേര് വായിച്ചിട്ട് ആളുകൾ കത്തും. आपका नाम पढ़ते ही लोग जल उठेंगे. അതാണ് ഈ യുഗത്തിന്റെ പ്രത്യേകത. वो है युग की खासियत. നിന്റെ നോട്ടീസിന്റെ കൺവെൻഷന്റെ പോസ്റ്റർ കണ്ടിട്ട് ആളുകൾ കത്തും. कन्वेंशन के आपका जो नाम पोस्टर को देखकर लोग जल उठेंगे. ഇത് അനുഭവിച്ചത് കൊണ്ടാ പറയുന്നേ. मैंने महसूस किया इसलिए बोल रहा हूं. ആമേൻ. നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ടില്ല. प्रचार तो अभी शुरू ही नहीं हुआ है. ചുമ്മാ ഇൻട്രോഡക്ഷൻ പറയുമ്പോഴേ എങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ആയിരിക്കും? अगर परिचय में ही ये सब हो रहा है तो प्रचार में क्या होगा?
ഞാൻ എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഇപ്പോൾ ഏറ്റവും സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. मेरे ऊपर जो अभिषेक प्रभु ने दिया उसको मैंने बिल्कुल कम करके रखा है अभी. നിങ്ങളെ പ്രതി മാത്രമല്ല, सिर्फ आपके कारण नहीं, എന്റെ സഹോദരന് ഒരു 25 സെക്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. इस भाई के लिए, क्योंकि 25 सेशंस में अनुवाद करना है. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൂടെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര സിമ്മിൽ ഇട്ടേക്കുന്നത്. इसलिए इनको भी ध्यान में रखकर मैं धीमे आगे बढ़ रहा हूँ. പക്ഷേ ആ സിമ്മിൽ ഇട്ടതുപോലെ നിന്റെ ജീവിതത്തിൽ ഭയങ്കര വഴിത്തിരിവായിരിക്കും. लेकिन उस धीमे में भी आपकी जिंदगी में बड़ा बदलाव हो रहा है. യേശുവേ, വായ്കൾ തുറന്ന് യേശുവേ, मुंह खोलकर पुकारे यीशु, मुंह खोलकर जीसस, पुकारे यीशु, जीसस, यीशु. ഇതൊരു റിഫൈനറി ആയതുകൊണ്ട് നമ്മുടെ മെസ്സേജ് ഇച്ചിരി ടൈറ്റ് ആണ്. ये एक तेल का कारखाना है तो मैसेज थोड़ा सा टाइट है. നമുക്ക് ഇപ്രാവശ്യം ദൈവം ഒരു തീം തന്നിരുന്നു. एक विषय इस बार हमें दिया गया था. ആ തീമിന്റെ പേരറിയാമോ? आपको पता है वो विषय थीम क्या है? ഓടിയോ തിരിഞ്ഞില്ല, അങ്ങോട്ട് നോക്കി നിൽക്കും, മേളിക്ക്. തീമാണ് ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ്. इस बार का थीम विषय है मसीह में जीवन शैली. ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ്, मसीह में जीवन शैली. Are you ready, church? ഒരു മെസ്സേജ് കേൾക്കാനല്ല, एक प्रचार सुनने के लिए नहीं, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ആളുകൾ ഇവിടെ എഴുന്നേക്കാൻ പോവുകയാണ്. एक जीवन शैली हमारी ऐसी होने वाली है. ഇത് ചിലർക്ക് ഇതൊരു പ്രസംഗമാണ്, कुछ के लिए ये सिर्फ एक प्रचार है, പക്ഷെ ചിലർക്ക് ഇതൊരു ക്യാരക്ടറാണ്. लेकिन कुछ लोगों के लिए ये चरित्र बनने वाला है. ചിലർക്ക് ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. कुछ लोगों के लिए ये एक जीवन शैली है. ഈ വാക്ക് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. वो शब्द जब पवित्र आत्मा ने मुझे दिया. കേരളത്തിൽ ഒത്തിരി പ്രൊഫറ്റ്സ് ഉണ്ട്, केरल में बहुत से भविष्यवक्ता, ഒത്തിരി അപ്പോസ്റ്റൽസ് ഉണ്ട്. बहुत से प्रेरित है, പക്ഷേ ഈ കോൺഫറൻസിൽ लेकिन इस कॉन्फ्रेंस में അപ്പോസ്റ്റോലിക് ലൈഫ് സ്റ്റൈൽ, प्रेरितों की एक जीवन शैली, ഇവാഞ്ചലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ, एक प्रेरित ये जीवन शैली, പ്രൊഫറ്റിക്കൽ ലൈഫ് സ്റ്റൈൽ. भविष्यवाणी जीवन शैली. Are you ready? क्या आप तैयार हैं? ഭയങ്കര തീ എന്റെ ശരീരത്തിൽ കത്തുന്നു. आग मेरे शरीर में चल रही है. നിനക്ക് പഴയതുപോലെ ജീവിക്കാൻ ഒക്കത്തില്ല. पहले की तरह आप नहीं जी पाएंगे. നീ റിഫൈനറിക്കകത്തിരിക്കുക. एक कारखाने में आप बैठे हैं. നീ പോയോടാ. ഓക്കെ, ആമേൻ. നിന്നെ ഒരു റിഫൈനറിക്കകത്ത് ദൈവം കയറ്റുക. आपको एक तेल के कारखाने में मैं ले जा रहा हूं. ആമേൻ. आमीन. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവന് യേശുവിനെ ലഭിക്കുക എന്നുള്ളത്. यीशु मसीह एक व्यक्ति को, अगर एक व्यक्ति को मिलता है, वो उसकी जिंदगी में सबसे महत्वपूर्ण बात है. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിന്റെ ശുശ്രൂഷകനാകുക എന്ന് പറയുന്നത്. उससे भी महत्वपूर्ण है यीशु का सेवक बनना. അതിനേക്കാളും കുറച്ചുകൂടെ ഡെപ്തായി പ്രപഞ്ചത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് ക്രിസ്തു വെളിപ്പാടിൽ റൂട്ടഡായി നിൽക്കുക എന്നുള്ളത്. उससे भी महत्वपूर्ण जो इस ब्रह्मांड में किसी को मिल सकता है वो ये कि मसीह के प्रकाशन में आप जड़ जमाएं. You getting me? क्या आप समझ रहे हैं? Amen. आमीन. എത്ര പേർക്ക് അങ്ങനെ നിൽക്കാൻ ആഗ്രഹമുണ്ട്? कितने लोग ऐसे होना चाहते हैं? ചുമ്മാ കൈപൊക്കല്ലേ. ऐसे ही हाथ मत उठाना. അങ്ങനെ കൈപൊക്കിയാൽ अगर ऐसे ही उठाओगे നീ സൈൻ ചെയ്യുന്ന കോൺട്രാക്ട് तो आप जिस कॉन्ट्रैक्ट पे साइन कर रहे हैं ഭയങ്കര ഭാരിച്ചതും वो बहुत बोझिल है, ഭയങ്കര ഗൗരവമേറിയതുമായ बहुत गंभीर. ഒരു ദൈവിക ഡീലിലേക്ക് നീ സൈൻ ഇൻ ചെയ്യുകയാണ്. परमेश्वर के साथ एक सौदे पर आप हस्ताक्षर कर रहे हैं. എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ പോലും ആത്മമണ്ഡലത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. यानी हमारी जिंदगी में हमसे होने वाली छोटी छोटी गलतियों से भी आत्मिक जगत में बड़ा नुकसान हो सकता है. ഹലോ हेलो, യു റെഡി? क्या आप तैयार हैं? പറഞ്ഞ ലൈഫ് സ്റ്റൈൽ. बोलिए जीवन शैली. പറ बोलिए ഇൻ ക്രൈസ്റ്റ്.
റിഫൈനറി ആണേ. ये एक कारखाना है तेल का. എല്ലാ കീടങ്ങളും എടുത്ത് കളയുവേ. जो भी गंदगी है वो सब निकलेगी. ഗ്രീസും ഒക്കെ മാറ്റിയിട്ട് നിന്നെ ഹൈലി ഇൻഫ്ലേമബിൾ ആക്കാൻ പോകും. जितना ग्रीस वगैरह है वो हटाकर अत्यंत ज्वलनशील वो आपको बना रहा है. ഈ കോൺഫറൻസിന്റെ ദർശനം എന്താന്ന് ചോദിച്ചാൽ, अगर आप पूछें इस सम्मेलन का दर्शन क्या है, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ നിന്നും ലോകവ്യാപകമായ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒരു ജനറേഷൻ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. एक ऐसी पीढ़ी के रूप में खड़े होना जिसकी जीवन शैली परमेश्वर के अनुसार हो और जिसका दुनिया भर में मसीह की देह पर एक असर पड़े. മനസ്സിലായോ? क्या आपको समझ में आ रहा है? എന്നോട് പറയാം. एक बार फिर से बताता हूं. നിനക്ക് വ്യക്തിപരമായ ഒരു അനുഗ്രഹം ഉണ്ടാകുക എന്നുള്ള മാത്രമല്ല, सिर्फ इतना ही नहीं कि आपको व्यक्तिगत रूप से कोई आशीष मिले. ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ നിന്നെ നിർത്തി മസീ- ലോകവ്യാപകമായി ചിതറിക്കിടക്കുന്ന കർത്താവിന്റെ ശരീരത്തെ സ്ട്രെങ്തൻ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒരു തലമുറ എഴുന്നേൽപ്പിക്കണം. मसीह की इच्छा के अनुसार एक जीवन शैली आपको देकर दुनिया भर की मसीह की देह को बलवंत बनाने और उसको प्रभावित करने के लिए. ആമേൻ. आमेन. എന്റെ കൂടെ ഉണ്ടോ? क्या आप मेरे साथ हैं? ഈ കോൺഫറൻസ് കഴിയുമ്പോൾ इस सभा के बाद നോർത്ത് ഇന്ത്യയിലെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. आप उत्तरी भारत की मसीह की देह पर बड़ा असर डालें. നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടിൽ നിങ്ങൾ ആ ചർച്ചിനെ സ്ട്രെങ്തൻ ചെയ്യണം. जो प्रकाशन आपको मिला है उस प्रकाशन से उस कलीसिया को आप बलवंत बनाएं. എന്ന് പറഞ്ഞാൽ വല്ലയിടത്തും പോയി ശുശ്രൂഷ കൊണ്ട് ജീവിക്കുന്ന പരിപാടിയല്ല ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ്. यानी मसीह में जीवन शैली का मतलब ये नहीं है कि आप सेवकाई से अपनी जिंदगी चलाते रहें. ഹല്ലേലൂയ. हालेलुया. ആമേൻ. आमेन. അങ്ങനെ ഒരു തലമുറ ഇവിടെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരണം. ऐसी एक पीढ़ी यहां से खड़ी हो. ആമേൻ. आमेन. അങ്ങനെ ഒത്തിരി പേരെ കർത്താവിന്റെ കൃപയിൽ എഴുന്നേൽപ്പിക്കാൻ ദൈവം അവസരം തന്നു. और ऐसे प्रभु के अनुग्रह में बहुतों को खड़ा प्रभु करने में मदद करे. കഴിഞ്ഞ കോൺഫറൻസിലൊക്കെ ഇവിടെ ബോക്സ് ഒക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഇന്നലെയാണ് വേറൊരു രാജ്യത്തിൽ നിന്നും ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടെ എത്തിയത്. पिछली मीटिंग में जो भाई यहाँ पे बॉक्स वगैरह पकड़ता था वो कल ही दूसरे एक देश में सेवकाई के बाद वापस लौटा है. അദ്ദേഹം ഇവിടെ വർഷിപ്പ് ലീഡറായിട്ട് തുടങ്ങിയ ആളാണ്. यहाँ पर वर्शिप लीडर के रूप में उन्होंने शुरुआत की ഇന്നലെ രാത്രി ഒരു രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്നതാണ്. और कल रात वो दूसरे देश से वापस आए. അദ്ദേഹത്തെ വിളിച്ച പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, और जिस पास्टर ने उनको बुलवाया था उन्होंने मुझसे कहा നിങ്ങളുടെ വിളി ഇതാ പാസ്റ്റർ എന്ന് പറഞ്ഞു. कि पास्टर आपकी बुलाहट यही है. ഇതുപോലെയുള്ള ആളുകളെ എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞു. उन्होंने मुझसे कहा ऐसे लोगों को आप तैयार करो. നിങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ എന്റെ ചെവിയിൽ വരാൻ പോവുകയാണ്. आपके बारे में भी खबरें मेरे कानों में सुनने वाली हैं. നിങ്ങൾ ഭയങ്കര ഇൻഫ്ലുവൻസീവ് ആയി തീരും. आप बड़े असर डालने वाले लोग बनेंगे. നിങ്ങളുടെ പട്ടണങ്ങളിലെ ദൈവരാജ്യത്തെ നിങ്ങൾ പണിയാനിടയായി തീരും. अपने शहरों को आप परमेश्वर के राज्य में बदलना शुरू करेंगे. കേരളത്തിൽ ഒരുപാട് കോൺഫറൻസുകളുണ്ട്. केरल में बहुत से सम्मेलन होते हैं. ആമേൻ. പ്രത്യേകിച്ച് ആമേൻ കേരളം എന്ന് പറയുന്ന കോൺഫറൻസുകളുടെ സെന്റർ ആണ്. खास तौर से केरल अगर आप पूछो तो ऐसी मीटिंग्स का सम्मेलनों का एक केंद्र है. ഈ ന്യൂ ജനറേഷൻ കോൺഫറൻസുകൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നതും മാനിഫെസ്റ്റേഷൻസിനകത്തും ആമേൻ എന്താ ദൈവശക്തിക്കകത്തുമാണ് പലരും ആമേൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. नई पीढ़ी के जो सम्मेलन होते हैं उसमें ज्यादातर लोग प्रकटीकरण में परमेश्वर की सामर्थ पर ज्यादा ध्यान देते हैं. അത്ഭുതങ്ങൾ പ്രാപിക്കുക, चमत्कारों को पाना, കൃപാവരങ്ങൾ പിടിച്ചെടുക്കുക. वरदानों को पाना. പക്ഷെ ഈ കോൺഫറൻസ് लेकिन इस कॉन्फ्रेंस में അതിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, हमारा ध्यान सिर्फ उन पर नहीं है. യേശുവിൽ നിന്നും ഒരു ജീവിത ശൈലിയെ വലിച്ചൂറ്റിയെടുക്കുക. यीशु से एक जीवन शैली को हमें खींचना है. ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ? യേശുവിന്റെ ശുശ്രൂഷയല്ല, यीशु की सेवकाई नहीं, യേശുവിന്റെ അത്ഭുതമല്ല, यीशु के चमत्कार नहीं, യേശുവിൽ വെളിപ്പെട്ട ജീവിത ശൈലിയെ വലിച്ചൂറ്റിയെടുക്കുക. यीशु का जो जीने का तरीका था उसको हमें खींचना है. നമ്മൾ മാനിഫെസ്റ്റേഷനെ ചെറുതായി കാണുന്നില്ല, हम प्रकटीकरण को छोटा नहीं मान रहे हैं, അതിനെ ഭയങ്കര ഗൗരവമായിട്ട് കാണുന്നു. उसको हम गंभीरता से लेते हैं. ആത്മവിശുദ്ധയിൽ ഞാൻ മണിക്കൂറുകൾ വീണിട്ടുള്ള ആളാണ്. उस आत्मिक व्यवस्था में मैं बहुत घंटों तक रहा हूं. എന്നാൽ ഈ കോൺഫറൻസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം, लेकिन इस कॉन्फ्रेंस में ज्यादा ध्यान जिस बात पर है കുറെ കൂടെ ഡെപ്തായ ഒരു ജീവിത ശൈലി. कि थोड़ी सी और गहरी जीवन शैली. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? आप मेरे साथ हैं?
Are you ready, church? क्या आप तैयार हैं कलीसिया? ഇച്ചിരി പാടുള്ളതാണ്. थोड़ा मुश्किल है, പക്ഷെ once ഇതിനകത്തോട്ട് കേറി നിൽക്കാൻ തുടങ്ങിയ, पर अगर आप एक बार इसमें आकर खड़े हो गए, ഈ ദൂത് പറയുന്നത് ഞാനും പെർഫെക്റ്റ് അല്ല, ये वचन जो मैं बोल रहा हूँ मैं भी सिद्ध नहीं हूँ, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. मेरी भी बहुत सी समस्याएं हैं, പക്ഷെ എന്നെയും കൂടെ റിഫൈനറിക്കകത്ത് ഞാൻ കയറ്റി വെച്ചിരിക്കുക. लेकिन मैंने खुद को भी उस कारखाने में घुसा रखा है. ഞാൻ ഗ്രേസ് എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് കാണിച്ച് എന്നിലെ ചില ഗ്രീസുകളെയും കൂടെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹൈലി ഇൻഫ്ലേമബിൾ ആകാൻ വേണ്ടി, अनुग्रह के बहाने को दूर करके, मेरे अंदर की ग्रीस को दूर करके अति ज्वलनशील बनने के लिए. Are you ready? क्या आप तैयार हैं? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? क्या आप मेरे साथ हैं? ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല. सब लोग शायद इसको नहीं पा सकेंगे, ചിലർ ഇതിനെ പിടിക്കും. लेकिन कुछ लोग इसको समझेंगे അവരുടെ ലൈഫിൽ വേറൊരു നിലവാരത്തിലേക്ക് ദൈവം ഇതിനെ മാറ്റും. और परमेश्वर उनकी जिंदगी को एक अलग स्तर की ओर ले जाएगा. സാധാരണ ഒരു ശുശ്രൂഷക സമ്മേളനം നടന്നാൽ, एक आमतौर पर सेवकाई का अगर सम्मेलन हो, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ നിൽക്കുന്നവരോടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. तो जो सेवकाई में इस्तेमाल होना चाहते हैं मैं उनसे कह रहा हूँ. ഞാനിപ്പോ അജോയ്ക്ക് മൈക്ക് കൊടുക്കാണ്. मैं अगर अजय को भी माइक दूं, ഞാനിപ്പോ രാജേഷ് പാസ്റ്റർക്ക് മൈക്ക് കൊടുക്കാണ്. अगर राजेश पास्टर को माइक दूं, ഇവിടെയുള്ള ദൈവദാസന്മാർക്ക് മൈക്ക് 10 മിനിറ്റ് വെച്ച് തന്നാൽ, अगर 10-10 मिनट यहाँ के परमेश्वर के दासों को मैं माइक दूं, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? तो आप क्या करेंगे? നിങ്ങളുടെ ഏറ്റവും നല്ലൊരു മെസ്സേജ്, आप अपना सबसे अच्छा संदेश, ഏറ്റവും നല്ലൊരു പെർഫോമൻസ്, अपना सबसे अच्छा प्रदर्शन, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ मेरे समेत മേ ബി അതായിരിക്കും ചെയ്യുന്നത്. शायद सब लोग यही करेंगे. ഏറ്റവും നന്നായിരിക്കണം, हम सोचेंगे सबसे अच्छा होना चाहिए, ഏറ്റവും നല്ല മാർക്ക് കിട്ടണം, सबसे अच्छे अंक हमें मिले. അതായിരിക്കും നമ്മളിൽ പലരും ചെയ്യുന്നത്. हम में से ज्यादातर लोग ऐसा करेंगे. പക്ഷെ ഈ സീസണിൽ ദൈവം എന്നോട് പറഞ്ഞത്, लेकिन इस सीजन में प्रभु ने मुझसे कहा, ഞാൻ അതിനെ മാറ്റം വരുത്താൻ പോവുകയാണ്. मैं उसमें एक बदलाव लाने जा रहा हूँ. നീ കേറി നിൽക്കുമ്പോൾ जब आप खड़े होंगे ഇനി വേറൊരു സംഗതി ഒഴുകാൻ പോവുകയാണ്. तो कुछ और बहने वाला है. അത് നിന്റെ കൃപാവരങ്ങൾ മാത്രമല്ല, वो सिर्फ आपके वरदान नहीं होंगे, നീ പഠിച്ചു വെച്ച മെസ്സേജുകൾ മാത്രമല്ല, आपने जो प्रचार तैयार किया सिर्फ वो नहीं होगा. പിടിക്കാമെങ്കിൽ പിടിച്ചോണം ഞാൻ പറയുന്ന अगर വാക്ക്. आप पा सकते हैं तो पाएं. നീയും ദൈവവുമായിട്ടുള്ള ദൈവബന്ധത്തിന്റെ ഓവർഫ്ലോ നടക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വെളിപ്പെടാൻ പോകുന്നു. आपका परमेश्वर के साथ जो रिश्ता है वो प्लेटफॉर्म पे उमड़ने लगेगा. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? क्या आप मेरे साथ हैं? നിങ്ങൾ കേറി നിൽക്കുമ്പോൾ जब आप खड़े होंगे, ഓ ആരോ പിടിക്കുന്നല്ലോ യേശുവേ. ഷാറ്റിലി ബിറിയ കനറബാഷേ. എന്താണ് ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി? എന്താ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി? नए नियम की सेवकाई क्या है? ആരും പ്രവചിക്കാത്ത പോലെ പ്രവചിക്കുന്നവരല്ല, ये नहीं कि जैसे किसी ने भविष्यवाणी न की वो वैसी ആരും भविष्यवाणी कर. പ്രസംഗിക്കാത്ത പോലെ പ്രസംഗിക്കുന്നവരല്ല. सबसे अच्छा प्रचार करना नहीं. അതൊക്കെയാണ് ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. आज तक तो हमने यही सुना है, പക്ഷേ ഈ ഗ്ലോറി സ്പോട്ടിൽ ഞാൻ പുതിയ ആശയം നിന്നിൽ വെക്കുകയാണ്. लेकिन इस ग्लोरी स्पोर्ट में एक नया विचार मैं आपको നീ दे ഒരു रहा हूं. പ്ലാറ്റ്ഫോമിൽ കയറി നിന്നാൽ, जब आप एक मंच पर खड़े होंगे നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഓവർഫ്ലോ നടക്കുക. तो परमेश्वर के साथ आपका जो रिश्ता है वो उमड़ेगा. ആ ഓവർഫ്ലോയിൽ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളുണ്ട്. उस बहाव में अलौकिक काम है. ആ ഓവർഫ്ലോയിൽ ഇന്റിമസി ഉണ്ട്. उस बहाव में घनिष्ठता है. ആ ഓവർഫ്ലോയിൽ പവർ റിലീസിംഗ് ഉണ്ട്. उस बहाव में काफी कुछ रिलीज होगा. Are you ready, church? क्या आप तैयार हैं कलीसिया? അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പ്ലാറ്റ്ഫോമുകളിൽ വേറൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. अगर ऐसा है तो केरल के मंचों पर एक अलग जीवन शैली को हम दिखाने वाले हैं. അതിൽ വലിയ പ്രസംഗം കാണത്തില്ല, उसमें बड़ा प्रचार नहीं होगा,
ചിലപ്പോൾ ഈ സഹോദരിക്ക് വലിയ പ്രസംഗിക്കാൻ അറിയത്തില്ല. हो सकता है इस बहन को ज्यादा प्रचार करना ना आए, അവൾ ചുമ്മാ പ്രാർത്ഥിക്കുന്നവളായിരിക്കും. वो शायद सिर्फ प्रार्थना करने वाली होगी. ഇവൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും. इनको शायद प्रार्थना करनी नहीं आती होगी, പക്ഷെ ഇവൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അറിയായിരിക്കും. पर इनको प्रार्थना का माहौल बनाना आता होगा. ചുമ്മാ ഇവൾ കയറി നിൽക്കുമ്പോൾ ये जब ऐसे ही खड़ी होंगी ആ പ്രാർത്ഥന ഓവർഫ്ലോ ആകും. तो वो प्रार्थना बहने लगेगी. ചിലർ കയറി നിൽക്കുമ്പോൾ कुछ लोग जब खड़े होंगे ആളുകൾ നിന്ന് കരയും. आप लोग रोएंगे, കാര്യം അവന്റെ അകത്ത് കിടക്കുന്ന ഇന്റിമസി അങ്ങ് ഓവർഫ്ലോ ചെയ്യും. क्योंकि उनके अंदर जो घनिष्ठता है वो बहने लगेगी. നിന്റെ പട്ടണം ഇതുവരെ കണ്ടത് ശുശ്രൂഷകന്മാരെയാണ്. आपके शहर ने आज तक सेवकों को देखा है, ശുശ്രൂഷ കൊണ്ട് ജീവിക്കുന്നവരെയാണ്. सेवकाई से जीने वालों को देखा പക്ഷെ है. ഈ സീസണിൽ നീ കാണും लेकिन इस सीजन में आप जो देखेंगे, ജീവിതമാണ് ശുശ്രൂഷ എന്ന് കാണിക്കും. आप ये देखेंगे कि जिंदगी सेवकाई है. എന്താണോ നിന്റെ അകത്തിട്ടിരിക്കുന്നത് അത് മാത്രം ഓവർഫ്ലോ ചെയ്യട്ടെ. और जो उसने आपके अंदर रखा है वो रिश्ता बहने पाए. വേറെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ചെയ്യണ്ട. और कोई इधर उधर किसी की नकल ना करे. ചിലപ്പോൾ നിങ്ങൾ ഒരു അപ്പനായിരിക്കാം. हो सकता है आप एक पिता होंगे. നീ ചർച്ചിൽ നിൽക്കുമ്പോൾ आप जब चर्च में खड़े होंगे നിന്നിലെ അപ്പൻ ചർച്ചിൽ ഓവർഫ്ലോ ചെയ്യും. तो आपके अंदर जो पिता है वो चर्च में बहने लगेगा. പ്രാർത്ഥിച്ച് प्रार्थना करें, प्रार्थना करें. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ട്രെൻഡിന്റെ ആളായി നീ മാറാൻ പോകുക. केरल में आज तक जो नहीं हुआ एक नया ट्रेंड आप शुरू करने वाले हैं. ഇൻ ക്രൈസ്റ്റ് ട്രെൻഡുകളെ ഫോളോ ചെയ്യുന്നവരല്ല, इन क्राइस्ट के लोग ट्रेंड को, परंपराओं को मानने वाले ട്രെൻഡുകളെ नहीं, സെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ट्रेंड सेट करने वाले लोग हैं. നീയാണ് ഒരു പുതിയ ട്രെൻഡിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. आप एक नया ट्रेंड शुरू करेंगे എന്നിട്ട് ആളുകൾ അത് ഫോളോ ചെയ്യും. और लोग उसके समान करेंगे. You ready? क्या आप तैयार हैं? ചുമ്മാ നിന്നോട് ആളുകൾ സംസാരിക്കുമ്പോൾ നിന്റെ ആ റിലേഷൻഷിപ്പ് ഓവർഫ്ലോ ചെയ്യും. लोग जब आपसे बात करेंगे आपके अंदर जो रिश्ता है वो उमड़ने लगेगा. ആ റിലേഷൻഷിപ്പ് ഓവർഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ अगर वो रिश्ता नहीं उमड़ता है നിന്നേക്കാളും നല്ല മോട്ടിവേഷൻ പ്രീച്ചിങ് വേറെ ആൾക്കാർ പ്രസംഗിക്കും. तो आपसे अच्छा प्रेरणादायक संदेश तो दूसरे बहुत से लोग दे सकते हैं. ചുമ്മാ യൂട്യൂബ് ഓൺ ചെയ്താൽ മതി. यूट्यूब ऑन कर लो, बहुत है, നിന്നേക്കാളും സൂപ്പർ പ്രസംഗം അവർ പ്രസംഗിക്കും. बहुत सा अच्छा प्रचार करने वाले हैं लोग. പക്ഷെ നിന്റെ ശുശ്രൂഷ लेकिन आपकी सेवकाई ചുമ്മാ മോട്ടിവേഷണൽ പ്രീച്ചർ അല്ല. നീ ऐसे ही प्रेरणादायक संदेश देना नहीं നീ है. ഓവർഫ്ലോ ചെയ്യിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. आप उस रिश्ते में उमड़ने वाले बने. ഓ റംഷനരിയാന്തേ, കേരളം അത് കാണാൻ പോകുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷ क्या आप ऐसी सेवकाई देखना चाहते हैं? ഇന്ത്യ അത് കാണാൻ പോകുന്നു. भारत ऐसी सेवकाई को देखने वाला है. ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ്. मसीह में एक जीवन शैली. ഓ പ്രാർത്ഥിച്ച് प्रार्थना करें. ഞാൻ ഒത്തിരി ദൈവദാസന്മാരെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. मैंने बहुत से परमेश्वर के दासों की सहायता की. 20 വർഷമായി പ്രസംഗിക്കുന്നു.
20 सालों से प्रचार कर रहा ഞാൻ हूँ। ഒത്തിരി പേരിൽ നിന്നും പലതും പഠിച്ചിട്ടുണ്ട്. बहुतों से मैंने बहुत कुछ सीखा है, അവരുടെ പ്രസംഗം പഠിച്ചിട്ടുണ്ട്, प्रचार सीखा है, അവരുടെ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ട്, उनकी प्रार्थना सीखी അവരുടെ है, ജീവിത ശൈലി പഠിച്ചിട്ടുണ്ട്. उनकी जीवन शैली को सीखा है। ആമേൻ. ഒരു 13 വർഷമായിട്ട് ഞാൻ യാത്രകൾ ചെയ്യുന്നു. 13 वर्षों से मैं यात्राएं करता रहा हूँ। ലോകത്തിലെ ഒത്തിരി കൾച്ചറുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. दुनिया की बहुत सी संस्कृतियों को मैंने देखा है, പല ആളുകളുടെ ജീവിത ശൈലികൾ കണ്ടിട്ടുണ്ട്. कई लोगों के जीने के तरीके को देखा है, സഭകളുടെ വളർച്ച കണ്ടിട്ടുണ്ട്, कलीसियाओं की बढ़ोतरी देखी है, വളർന്നിട്ട് തകർന്നത് കണ്ടിട്ടുണ്ട്. बढ़ोतरी के बाद टूटते भी देखा है। അങ്ങനെ 15 വർഷം ഞാൻ കണ്ടതും കേട്ടതുമായ നല്ല കാര്യങ്ങളുടെ കൺക്ലൂഷനാണ് ഈ ഗ്ലോറി സ്പോട്ട്. और ऐसे 10-15 सालों में अच्छा और बुरा जो कुछ मैंने देखा है उसका निष्कर्ष है ये ग्लोरी स्पोर्ट। നല്ല കാര്യങ്ങളുടെ കൺക്ലൂഷനാണ് ഇൻ ക്രൈസ്റ്റ് ചർച്ച്. अच्छी बातों का निष्कर्ष है इन क्राइस्ट चर्च। എന്തോ നിന്നെ ഓവർഫ്ലോ ചെയ്യുന്നത് ഞാൻ ഫീൽ ചെയ്യുന്നു. मुझे महसूस हो रहा है कि कुछ उमड़ रहा है अंदर से, പ്രവചിക്കാൻ വേണ്ടി പ്രവചിച്ചതല്ല, बस ऐसे ही भविष्यवाणी करने के लिए भविष्यवाणी नहीं വന്ന് की। നിന്നപ്പോൾ പ്രവചനം അങ്ങ് ഓവർഫ്ലോ ചെയ്തു പോയതാ. जब आकर खड़े हुए तो भविष्यवाणी बस बहने लगी। ഒരാളെ കണ്ടപ്പോൾ അങ്ങ് സുവിശേഷം പറയണമെന്ന് വെച്ച് പറഞ്ഞതല്ല, एक आदमी को जब देखा तो सुसमाचार सुनाने की इच्छा के साथ नहीं सुना। ഇവാഞ്ചലിസ്റ്റ് അങ്ങ് ഓവർഫ്ലോ ചെയ്യുക. आपके अंदर का वो सुसमाचारक बहने लगा। നീ ഒരു സ്ഥലത്ത് ചെന്ന് സഭ സ്ഥാപിക്കാൻ വേണ്ടി ചെയ്തതല്ല, एक जगह जाकर कलीसिया शुरू करने के लिए आपने नहीं പക്ഷെ किया, അവിടെ ചെന്നപ്പോ നിന്നിലെ അപ്പോസ്തലൻ അങ്ങ് ഓവർഫ്ലോ ചെയ്യപ്പെട്ടതാ. लेकिन जब आप वहां पर पहुंचे आपके अंदर का प्रेरित उमड़ने लगा। എന്നോട് ദൈവം പറയുന്നു, वो कह रहा है ഭയങ്കരമായ കാര്യങ്ങൾ നിന്റെ പട്ടണത്തിൽ അവൻ നിന്നിൽ കൂടെ ഓവർഫ്ലോ ചെയ്യപ്പെടാൻ बहुत പോകുന്നു. बड़े बड़े काम आपके द्वारा आपके शहर में उमड़ने वाले हैं। പ്രാപിച്ചേ, എനിക്കറിയത്തില്ല, ഇപ്പോൾ എനിക്ക് അറിയാം അത്. प्राप्त करें, मुझे नहीं पता वो यहाँ कैसे हो रहा। അങ്ങനെ ഒരു പകർച്ച ഇവിടെ ചിലരുടെ മേൽ നടക്കുന്നു. एक भरपूरी कईयों पर आ रही है। വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, जो विश्वास करते हैं सिर्फ वो प्रभु को धन्यवाद दें। അല്പസമയം വായകൾ തുറന്നേ आपके अंदर का घमंड, आपके अंदर का गर्व सब निकल जाए, आप थोड़े से और सीधे साधे बन जाएं। ഹല്ലേലൂയ. हालेलुया। ഞാൻ യുവ ശുശ്രൂഷകന്മാർക്കായി ഒരു കാര്യം പറയാം. जो जवान सुसमाचारक हैं, प्रचारक, उनके लिए मैं कहना चाहता हूं, എവിടെയോ നമ്മുടെ ശുശ്രൂഷകളെ മറ്റു പലരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. कहीं कुछ जगहों पर हमारी सेवकाई पर दूसरों का असर पड़ा है। ക്രിസ്തുവിലെ ജീവിത ശൈലി സിമ്പിൾ ആണ്. मसीह की जीवन शैली सादी है। എല്ലാരും തട്ടിട്ട് പറ, സിമ്പിൾ ആണെന്ന് പറ. बोलिए एक दूसरे को, सिंपल है। ഇടയ്ക്ക് ഇവിടുന്ന് ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്ന പ്ലെയിനിൽ വന്ന ശുശ്രൂഷകനെ കണ്ടപ്പോൾ വീട് പോലും ഇല്ലാത്ത നീ പ്ലെയിൻ ആഗ്രഹിച്ചെങ്കിൽ അത് പിണങ്ങല്, അത് ക്രിസ്തുവിന്റെ മൈൻഡിൽ നിന്ന് വന്നതല്ല. बीच में कहीं अफ्रीका से कोई विमान पे यहाँ पर आया, उसको देखकर आपके पास मन में अगर घर नहीं है फिर भी विमान की इच्छा आई तो नाराज मत होना। मैं कहना चाहता हूँ वो इच्छा मसीह की ओर से नहीं है। പിണങ്ങല്ലേ. आप नाराज मत होना। ഒരു റിഫൈനറിക്കകത്തിരിക്കുകയാണ്, आप एक कारखाने में बैठे हैं, മിണ്ടല്ലെന്നല്ലോ. അമ്മേ, ബെന്നിഹിന്റെ മെഴ്സിഡീസ് ബെൻസ് നീ കണ്ടിട്ട് അമ്മേൻ സൈക്കിൾ പോലും ഇല്ലാത്ത നീ, നോ പ്ലീസ്. ഒരു സിമ്പിളായ ജീവിത ശൈലി. आपके पास एक साइकिल तक नहीं है लेकिन बेनिहिन की मर्सिडीज बेंज देखकर अगर उसकी लालसा आती, नहीं वो नहीं, एक सादी जिंदगी। കാർ ഓടിക്കുന്ന തെറ്റില്ല, കാർ ഓടിക്കുന്ന തെറ്റല്ല. कार चलाना गलत नहीं है। ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏറ്റവും കൂടിയ കാർ ഓടിക്കുന്നത് ഞാനാണ്. हमारे गांव में सबसे महंगी कार मैं चलाता हूँ। ഞങ്ങളുടെ വീട്ടിൽ പുറത്തുള്ളവർ എന്നെക്കാളും കൂടിയ കാർ ഓടിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ റിലേറ്റീവിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കാർ ഓടിക്കുന്നത് ഞാനാണ്. बाहर के लोगों के पास जो दूसरे लोगों काफी महंगी गाड़ियां, लेकिन हमारे परिवार में, रिश्तेदारों में मेरे पास सबसे महंगी പക്ഷെ गाड़ी। പ്രശ്നം അത് എന്റെ പേരിലാണെന്നേ ഉള്ളൂ, ഓടുന്ന ദൈവരാജ്യത്തിന് വേണ്ടിയാ. पर उसमें ये है कि नाम तो मेरे नाम पर है पर वो चलती परमेश्वर के राज्य के लिए है। ആമേൻ. RC ഓണർ ഞാനാണെന്നേ ഉള്ളൂ. आरसी में मालिक तो मैं हूँ। ആ വണ്ടി
ഒരു ടെമ്പോയെക്കാളും കച്ചറയായിട്ടാ ഓടിച്ചോണ്ടിരിക്കുന്നത്. पर वो गाड़ी एक टेम्पो से भी बुरी तरह से चलती है. ഉള്ള ലോഡ് മൊത്തം ഈ ബോക്സും എല്ലാം അതിനകത്തോടെ കയറ്റി കൊണ്ടുവരുന്നത്. पूरा भार ये सारे वो सब कुछ उसी में लाए जाते हैं. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ആ വണ്ടി പോരാ. तो मेरे लिए अब वो गाड़ी काफी नहीं है. കുറച്ചുകൂടെ വലിയ വണ്ടി വേണം. बड़ी गाड़ी चाहिए. അതാരെ കാണിക്കാനല്ല, पर वो किसी को दिखाने के लिए അതിന്റെ नहीं. പുറകിൽ ദൈവരാജ്യമാണ്. उसके पीछे परमेश्वर का राज्य है. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? क्या ऐसा कोई है जो मेरी बात को समझ रहा? വലിയ വീട് നിനക്ക് വേണം. बड़ा घर आपको चाहिए. ആ വീട് वो घर അനേക രാജ്യങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാർക്ക് താമസിക്കാനാണ്. कई देशों से आने वाले परमेश्वर के दासों के रहने के लिए है. നാട്ടുകാരെ കാണിക്കാനല്ല, गांव वालों को दिखाने के लिए नहीं. ഞാൻ പ്രോസ്പെരിറ്റിക്ക് എതിരല്ല, मैं समृद्धि के खिलाफ नहीं हूं. പക്ഷേ ഈ ക്രൈസ്റ്റിലെ ജീവിതശൈലി എന്ന് പറഞ്ഞ വേറെ സാധനമാണ്. लेकिन मसीह की जो जीवन शैली है वो कुछ अलग ही है. आमेन. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? क्या आप मेरे साथ हैं? റെഡിയാണോ നിങ്ങൾ? क्या आप तैयार हैं? എനിക്കൊന്ന് കുഴിക്കണം, ആ ക്രൂഡ് ഓയിലിന്റെ കിണറൊന്ന് കുഴിക്കണം. मुझे वो कुआं वो खोदना है, गहरा करना है. എല്ലാ കോൺഫറൻസും പോലെ അല്ല ഇപ്പൊ. ये जो सम्मेलन है वो दूसरे सम्मेलनों जैसा नहीं है. കുറച്ചുകൂടെ നമ്മളൊന്ന് ഷാർപ്പാക്കുകയാണ്. थोड़ा सा और हमें धारदार बनना है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. വേറെ ഒന്നുമില്ല, കുഴിക്കുന്ന കാര്യം പറഞ്ഞ. ശ്രദ്ധിച്ചേ. इधर ध्यान दें. അപ്പൊ ചിലരൊക്കെ സൗരന്മാരെ ഞാനൊരു കാര്യം പറയാം. भाइयों मैं एक बात बताना चाहता हूँ. ശൗലിനെ കണ്ടാൽ ഭയങ്കര സെറ്റപ്പാ. ശൗലിനെ കണ്ടാലേ, शाऊल को देखो तो बहुत कुछ बड़ा दिखता है. പക്ഷേ മിനിസ്ട്രിക്ക് കയറ്റി വിട്ടാൽ ആളുകൾ ഉറങ്ങിപ്പോവും. लेकिन सेवकाई के लिए अगर उसको भेजो तो लोग सो जाते हैं. ദാവീദിന് സെറ്റപ്പ് ഒന്നുമില്ല. दाऊद के पास कोई बड़ा सेटअप नहीं ചുമ്മാ है. രണ്ട് കല്ലും बस सिर्फ पत्थर हैं മുട്ടയടിച്ച് മുടിയും, और गंजा है. അത്രയൊക്കെ മതി. उतना काफी പക്ഷെ है. കേറി നിന്നാൽ लेकिन अगर खड़ा हो जाए അവൻ അപകടകാരിയാ. तो वो बहुत खतरनाक है. ഓ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? क्या आप मेरे साथ हैं? ചിലര് പറയും ഭയങ്കര അമിട്ടാണെന്ന് പറയും. कुछ लोग कहते हैं ये बहुत बड़ा बम है. പക്ഷെ പൊട്ടുമ്പോ ഒന്നും കാണത്തില്ല. लेकिन जब फटता है तो कुछ नजर नहीं आता. ചിലരുടെ കയ്യിൽ ചുമ്മാ പൊട്ടാസിന്റെ വെടിമരുന്നുണ്ട്. कुछ लोगों के हाथों में सिर्फ पोटाश की दवा है. പക്ഷെ കേറി പൊട്ടിച്ചാൽ ഒരു യുഗം തുറന്നിട്ടേ വരുത്തുള്ളൂ. लेकिन खड़े होकर अगर बजा दो तो एक युग शुरू हो जाता है. അങ്ങനെ ഒരു ജനറേഷനെയാണ് എനിക്ക് വേണ്ടത്. ऐसी पीढ़ी मुझे चाहिए. ചുമ്മാ ഷോ കാണിക്കുന്നവനല്ല ഇൻ ക്രൈസ്റ്റിലുള്ളത്. इन क्राइस्ट के लोग सिर्फ कुछ दिखाने वाले नहीं हैं. ഒരു ഷോയും വേണ്ട. कोई शो नहीं चाहिए. ഞാൻ ഞങ്ങളുടെ സഹോദരന്മാരെ പറഞ്ഞിട്ടുണ്ട്, मैं अपने भाइयों से ही कहता हूँ, പല കോൺഫറൻസിൽ പ്രസംഗിക്കാൻ പോകും. कई सभाओं में प्रचार के लिए जाते हैं. ആമേൻ. കോൺഫറൻസ് തീരുന്നിടം വരെ എന്നോട് ആരും സംസാരിക്കത്തില്ല. सम्मेलन खत्म होने तक कोई मुझसे बात नहीं करता. നമ്മളിങ്ങനെയൊക്കെയാ പോകുന്നത്. क्योंकि मैं तो ऐसा ही जाता हूँ. സൂട്ട് ഒന്നുമില്ല, ഷൂ ഒന്നുമില്ല, कोई सूट नहीं है, कोई जूते नहीं है, മുടിയൊന്നും ചീപ്പത്തില്ല, बाल वाल सब बनाए नहीं है. ഇങ്ങനെ അങ്ങ് പോയിരിക്കുക. ऐसे ही जाके बैठ जाता हूँ. ഇപ്പൊ എല്ലാവരുടെയും കൂട്ടത്തിൽ നമ്മളെ പിടിച്ചിരുത്തും. सबके साथ ही हमें भी बैठा देते हैं. അവരങ്ങോട്ട് സൂട്ട് ഇട്ടവർ തമ്മിൽ കൈ കൊടുക്കും. तो जो सूट जिन्होंने पहने हैं वो आपस में हाथ मिलाते हैं. ഞാൻ ഇടയ്ക്ക് ഒതുങ്ങി കൊടുക്കും. मैं बीच में उनसे रास्ते से हट जाता हूँ. പക്ഷെ കോൺഫറൻസ് കഴിയുമ്പോ लेकिन कॉन्फ्रेंस के बाद സൂട്ട് ഇട്ടവരെ ആരും എന്റെ അടുത്ത് പോലും കാണത്തില്ല. सूट वालों को कुछ देखने से भी वो नहीं मिलते. ജനം മുഴുവൻ എന്റെ ചുറ്റും കാണും. लोग मेरे चारों ओर आ जाते हैं. ഇങ്ങനൊരു പകർച്ച നിന്റെ മേൽ വീഴാൻ പോകുക ऐसी एक भरपूरी आपके अंदर आने वाली है. എന്ന് പറഞ്ഞ നൈസായിട്ട് പോയി വമ്പൻ കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്ന ഒരു അഭിഷേകം. यानी बड़े आराम से जाके कुछ करके आने वाला एक अभिषेक. പിടിക്കാമെങ്കിൽ പിടിച്ചോണം കേട്ടോ. अगर आप पा सकते हैं तो पाएं. അതിന്റെ പകർച്ച ഇതിനകത്ത് നടക്കുന്നുണ്ട്. उसकी भरपूरी आज यहाँ आ रही है. യേശുവേ, വായ്കൾ തുറന്ന് യേശുവേ. वो खोलकर पुकारे यीशु. വിൽസൺ പാസ്റ്റർ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കണ്ട വലിയ സെറ്റപ്പ് ഉണ്ടോ? यहाँ पे किसी को भी देख लो, देखने से कोई बड़ा सेटअप नजर नहीं आता. ഒരു സെറ്റപ്പും വേണ്ട. कोई सेटअप जरूरी भी नहीं है. ഒന്നും അഭിനയിക്കണ്ട, कुछ करने की जरूरत नहीं. ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യണ്ട. किसी छल कपट की जरूरत नहीं. നീ എന്താണോ അങ്ങനെ തന്നെ ഇരിക്കുക. आप जो हैं वही बने रहें. നിന്നിലെ ജെന്യൂൻ ആയ സാധനം മാത്രം മതി. आपकी जो सच्ची ईमानदारी है बस वो काफी है.
അതങ്ങ് ഓവർഫ്ലോ ചെയ്യും. उसको उमड़ने दो. എന്താ ഈ റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്? ये सच्ची मसीही जिंदगी क्या है? സൺഡേ കാണിക്കുന്ന ഷോ ഓഫ് അല്ല, इतवार को दिखाने वाला शो नहीं है, മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല. मीटिंग के लिए प्रार्थना करना नहीं है. ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. एक मीटिंग है उसके लिए प्रार्थना कर रहे हैं. ഞാൻ നേരെ തിരിച്ചാ. मैं उसका बिल्कुल उल्टा हूँ. മീറ്റിംഗ് ഉള്ളപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ നോക്കും. जब मीटिंग होती है मैं सोने की कोशिश करता हूँ. മിണ്ടുന്നില്ലല്ലോ നിങ്ങളാരും. आप चुप है, കാര്യം അന്നേരം മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന പരിപാടിയല്ലത്. क्योंकि ये ऐसा काम नहीं है कि मीटिंग हो तो प्रार्थना करके निकलो. എനിക്ക് മീറ്റിംഗിന് തൊട്ട് മുമ്പ് വേണ്ടത് मीटिंग से ठीक पहले मेरी जरूरत ഒരു പീസ് ഓഫ് മൈൻഡ്. एक मन की शांति है. പ്രയറിനകത്തും അനോയിന്റിങ്ങിനകത്തും കണക്ട് ആണ്. प्रार्थना और अभिषेक से मैं जुड़ा हूँ. പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ मन की अगर शांति है അകത്ത് കിടക്കുന്ന സാധനം ഓവർഫ്ലോ तो ചെയ്യും. जो अंदर है वो उमड़ने लगेगा. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചേർന്ന് വിളിച്ച് യേശുവേ. क्या आप मेरे साथ है? मिलकर पुकारे यीशु, ഉറക്കെ വിളിച്ച് യേശുവേ. जोर से पुकारे यीशु. അടുത്തിരുന്നുകൊണ്ട് വരെ തട്ടിട്ട് പറ, ചിലത് ഓവർഫ്ലോ ചെയ്യാൻ പോകുന്നു. एक दो लोगों को छूकर बोलो कुछ उमड़ने वाला है. ഒന്ന് രണ്ട് പേരെ തട്ടിട്ട് പറ, ഓവർഫ്ലോ ചെയ്യാൻ പോവുക. किसी को आप हाथ लगा के बोलिए कुछ उमड़ने वाला है. ഞാൻ ആ കിണറിനെയാ കണ്ടത്, मैंने वो कुआं देखा, പക്ഷെ ഇപ്പോഴെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടെ വ്യക്തമായി. पर अब मैं थोड़ा और साफ साफ देख रहा हूँ. അതിനകത്തുനിന്ന് ചിലത് പൊങ്ങി പുറത്തേക്ക് ഒഴുകുന്നു. उसके अंदर से कुछ ऊपर आकर बह रहा है. അത് നിങ്ങളെ കുറിച്ചാ പറഞ്ഞത്. वो आपके बारे में बताया है. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് വിളിച്ച് യേശുവേ. अगर आप विश्वास है मिलकर पुकारे यीशु, ഒന്ന് രണ്ട് മിനിറ്റുകൾ വിളിച്ച് യേശുവേ. जोर से पुकारे यीशु, ചില മിനിറ്റുകൾ ചേർന്ന് വിളിച്ച് യേശുവേ. मिलकर पुकारे यीशु. ജീസസ്. ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ പിരിയും. एक और बात बताकर आज हम यहाँ से विदा होंगे, ലഞ്ചിന് പോവും. लंच के लिए जाएंगे. ഒരു കാര്യം കൂടെ, एक और बात, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായ पर वो अगर आपको समझ में आ ഈ गई കോൺഫറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. तो उसका मतलब ये है कि सम्मेलन की जो मुख्य बात है वो पूरी हो गई है. എന്താണ് അഭിഷേകം? वो क्या है विषय? ഈ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കുന്ന വാക്യം അതാണ്. इस कॉन्फ्रेंस के लिए प्रार्थना करते समय वो वचन परमेश्वर ने मुझे दिया. ലേവ്യ പുസ്തകം लेवी व्यवस्था की किताब 21 അധ്യായത്തിന്റെ 21वां अध्याय 12ാമത്തെ വാക്യം. 12वां वचन. മലയാളത്തിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. मलयालम में पहले ആ ആ ആ അങ്ങനെ നിന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം और वह पवित्र स्थान से बाहर भी न निकले और न अपने परमेश्वर के पवित्र स्थान को अपवित्र ठहराए, क्योंकि वह अपने परमेश्वर के अभिषेक का तेल रूपी मुकुट धारण किए हुए है. മലയാളത്തിനകത്ത് അഭിഷേക തൈലമായ സംസ്കാരം, or the culture of anointing. मलयालम में ये लिखा है, वो उस जो शब्द बताया गया वो है अभिषेक की संस्कृति. ഇംഗ്ലീഷില് अंग्रेजी में ക്രൗൺ ഓഫ് ദി അനോയിന്റിംഗ് എന്നാണ് കിടക്കുന്നത്. वहां पर लिखा है अभिषेक का मुकुट. हिंदी में भी वही लिखा है. മലയാളത്തിലെ വാക്കുന്നിട്ട് ചേർന്ന് പറയാമോ? मलयालम അഭിഷേകമായ സംസ്കാരം. क्या बोल सकते हैं? अभिषेक की संस्कृति. എല്ലാരും പറഞ്ഞില്ല, सबने नहीं बोला, എല്ലാരും ചേർന്ന് പറഞ്ഞേ. मिलकर बोलिए അഭിഷേകമായ സംസ്കാരം. अभिषेक की संस्कृति. അഭിഷേകം ഒരു ബഹളമല്ല. അഭിഷേകം ഒരു ബഹളമല്ല. अभिषेक एक शोर नहीं है. അഭിഷേകം ഒരു കൾച്ചറാണ്. अभिषेक एक संस्कृति है. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? क्या आप मेरे साथ हैं? ഞാൻ വരും സെക്ഷനിൽ അതിനെ തൊടും. आने वाले सत्रों में उसके बारे में बात करूंगा.
അതൊരു കൾച്ചറാണ്. वो एक संस्कृति है. ഒരാളുടെ മേൽ അഭിഷേകം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ एक व्यक्ति पर अभिषेक के उतरने का मतलब വേറൊരു കൾച്ചറിന്റെ ഭാഗമാവുക എന്നാണ്. वो ये है कि वो एक दूसरी संस्कृति का हिस्सा बन गया है. പിടിക്കാമെങ്കിൽ പിടിച്ചോണം. अगर आप पा सकते हैं तो पाएं. അഭിഷേകമുള്ള ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. अभिषेक से भरे कईयों को हमने देखा है, പക്ഷെ അവരിൽ അഭിഷേകത്തിന്റെ സംസ്കാരമില്ല. लेकिन उनके अंदर अभिषेक की संस्कृति नहीं है. പക്ഷെ ഈ കോൺഫറൻസിൽ लेकिन इस सम्मेलन में ഇവിടെ ചിലരധികം കാണിക്കാൻ പോവുകയാണ്. यहाँ परमेश्वर कुछ को दिखाने वाला, വെറും അഭിഷേകമല്ല, सिर्फ अभिषेक नहीं, അഭിഷേകത്തിന്റെ സംസ്കാരം, अभिषेक की संस्कृति, കൾച്ചർ ഓഫ് അനോയിന്റിംഗ്. अभिषेक की संस्कृति. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് इन क्राइस्ट का मतलब ഒരു ചർച്ച് അല്ല, वो एक कलीसिया नहीं ഒരു है, മെസ്സേജ് അല്ല, एक संदेश नहीं അതൊരു है, കൾച്ചറാണ്. वो एक संस्कृति है. ഹല്ലേലൂയ. हालेलुया. ഇന്ത്യക്ക് അത് അറിയത്തില്ല. भारत उसे नहीं जानता, But in this conference, लेकिन इस सम्मेलन we are में going to cultivate the culture in our society. आप अपने समाज में वो संस्कृति दिखाएंगे, Culture of anointing. अभिषेक की संस्कृति. അയ്യോ, ഇത് പിടിക്കുന്നല്ലോ, ആരുടെയോ മേൽ വീഴുന്നല്ലോ. कोई है जो इसको समझ रहा है, पा रहा है. We are going to cultivate that culture in our lands. हमारी जगह पर हमें अभिषेक की संस्कृति को बनाना We है. are going to pioneering that culture in the nation of India. भारत देश में हम उस संस्कृति में अग्रणी बनेंगे. That is not easy thing. पर वो आसान नहीं है. നമ്മുടെ ഗ്രാമത്തിന്റെ കൾച്ചറുകൾ വേറെയാണ്. हमारे गांव की संस्कृतियां अलग है, വളരെ ഡീപ്പായി ഇറങ്ങിക്കിടക്കുന്ന വേറെ കുറെ വേരുകളുണ്ട്. और दूसरी बहुत सी जड़ें हैं जो गहराई പക്ഷെ में है. നിന്നിലെ കൾച്ചർ ആ ദേശത്തേക്ക് ഇറങ്ങുമ്പോൾ लेकिन आपकी संस्कृति जब उस जगह पर निकलेगी ആ ദേശത്തിന്റെ കൾച്ചറുകളുടെ അടിവേര് നീ മുറിക്കും. तो उस जगह की संस्कृति की जड़ें कट जाएंगी. ഓ, ഈ കോൺഫറൻസ് കഴിയുമ്പോൾ इस सम्मेलन के बाद നിന്റെ കുടുംബത്തിൽ ആഴത്തിൽ ഇറങ്ങിക്കിടക്കുന്ന ശാപങ്ങളുടെയും രോഗങ്ങളുടെയും അടിവേരുകളെ പൊളിച്ച് ഒരു പുതിയ കൾച്ചർ आपके परिवार में जो रोगों ने और श्रापों ने जड़ जमाई है, उसको काट कर अभिषेक की एक संस्कृति. ഓ, വിളിക്കാമോ യേശുവേ? पुकारे यीशु. ഒരു കൾച്ചർ ഇന്ത്യൻ സഭയെ പഠിപ്പിക്കാൻ പോവുക. भारतीय कलीसिया को एक संस्कृति के बारे में सिखाने जा रहा है, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ, जो जीवन शैली अभी तक नहीं देखी. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രൊഫറ്റിക്കൽ അപ്പോസ്തോലിക് ഇവാഞ്ചലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ. एक भविष्यवाणी सुसमाचारी है जीवन शैली. 2015 2015 में ഈ വാക്യം എനിക്ക് വെളിപ്പെടുമ്പോൾ ये वचन जब मुझ पर प्रकट हुआ അന്നത് എനിക്ക് വെറും പ്രസംഗമായിരുന്നു. तो वो मेरे लिए सिर्फ एक प्रचार था. പക്ഷെ 18 ആയപ്പോൾ लेकिन 2018 जब आया അതെന്റെ റെവലേഷൻ ആയി. वो मेरा प्रकाशन बन गया. 2016 ആയപ്പോൾ 2016 में അതെന്റെ കോൺഫറൻസിന്റെ പേരായി. वो मेरे सम्मेलन का नाम बन गया. 2018 ആയപ്പോൾ 2018 में അതെന്റെ ചർച്ചിന്റെ പേരായി. वो मेरी चर्च का नाम പക്ഷെ बन गया. 2020 ആകുമ്പോൾ लेकिन 2020 അതെന്റെ में കൾച്ചറായി മാറുന്നു. वो मेरी संस्कृति बन गया അതെന്റെ है, ലൈഫ് സ്റ്റൈലായി മാറുന്നു. वो मेरी जीवन शैली बन गया है. ഓ, എനിക്കറിയത്തില്ല ആരാ ഇന്ന് രാത്രി ഈ ദൂതിനെ പിടിക്കുന്നതെന്ന്. अगर आप पा सकते हैं तो उस वचन को पाएं. തൊടുന്നല്ലോ, യേശു തൊടുന്നല്ലോ. छूरा ഇത് എന്റെ കൾച്ചറിന്റെ ഭാഗമാണ്. संस्कृति के एक हिस्से के रूप में. ഇതെനിക്കിന്ന് മെസ്സേജ് അല്ല, ये सिर्फ एक प्रचार नहीं എനിക്ക് है, പിടിച്ചു നിൽക്കാനുള്ള പ്രസംഗമല്ല. ये सिर्फ खड़े रहने के लिए एक प्रचार नहीं ഇതെന്റെ है, DNA-ക്കകത്ത് ഇറങ്ങിപ്പോയ കൾച്ചറാണ്. ये मेरे अंदर उतरी हुई एक संस्कृति है.
Receive the fire. आग को पाए, Receive the fire. उस आग को पाए। ശുശ്രൂഷകന്മാരെ, परमेश्वर के दासों, ഇവിടെ കിട്ടുന്ന മെസ്സേജുകൾ यहाँ से जो प्रचार होता है നിങ്ങൾക്ക് ഒരു വർഷം പ്രസംഗിക്ക് ജീവിക്കാനുള്ളതല്ല. वो एक साल तक उनका प्रचार करके जीने के लिए ഇവിടെ नहीं। കിട്ടുന്ന മെസ്സേജുകൾ यहाँ जो संदेश सुनते हैं നിന്റെ അപ്പന്റെ DNA മാറ്റി ക്രൈസ്റ്റിന്റെ DNA കൊണ്ടുവരുന്ന കൾച്ചറായി മാറുക. वो आपके पिता के डीएनए को बदलकर मसीह का डीएनए लाने वाली संस्कृति बन जाए എന്താ ഈ ഗ്ലോറി സ്പോട്ട് ചെയ്യുന്നേ? और वो आपके अंदर से बहे। നിന്റെ DNA കോഡിനെ ദൈവം മാറ്റി എഴുതാൻ പോവുക. आपके डीएनए के कोड को वो बदलने वाला है। ഇന്ത്യൻ സഭ പറയാൻ പോകുന്നു, भारतीय कलीसिया बोलने वाली है ഗ്ലോറി സ്പോട്ട് ഒരു കോൺഫറൻസ് അല്ല, कि ग्लोरी स्पोर्ट एक सम्मेलन नहीं है, ഇൻ ക്രൈസ്റ്റ് ഒരു പ്രസംഗമല്ല. इन क्राइस्ट एक प्रचार नहीं है। 2004-5 കാലഘട്ടങ്ങളിൽ ഞാൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പ്രസംഗിക്കുമ്പോൾ 2004-5 में के समय में जब मैं इन क्राइस्ट का प्रचार करता था ലോകം എന്നെ കൾട്ട് ടീച്ചർ എന്ന് വിളിച്ചു. तो उस समय दुनिया ने कहा कि ये झूठा उपदेशक है, ഞാൻ പ്രസംഗിക്കുന്നവർക്ക് മനസ്സിലായില്ല. क्योंकि मेरे प्रचार को वो समझ नहीं पाए। അവർക്ക് ദാവീദും ഗോലിയാത്തിന്റെ സ്റ്റോറിയും അറിയാമായിരുന്നു. दाऊद और गोलियात की कहानियां उनको पता है, ഞാനത് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ लेकिन जब मैंने ये प्रचार शुरू किया ആളുകൾക്കൊന്നും മനസ്സിലായില്ല. लोगों को कुछ समझ में नहीं आया। പക്ഷെ എവിടെയൊക്കെയോ നമ്മുടെ കീഴിൽ കൂടെ ആളുകൾ കയറി ഇറങ്ങിപ്പോയി. लेकिन कहीं ना कहीं कुछ लोग हमारे पास आकर गुजरे, അവരിൽ പലരും ഇന്ന് ക്രൈസ്റ്റ് റെവലേഷൻ എന്ന് പറയുന്നു. उनमें से काफी लोग आज जो मसीह का प्रकाशन जिसको बोलते हैं, പക്ഷെ അവർ ക്രൈസ്റ്റ് റെവലേഷനിൽ എത്തിയപ്പോൾ वो जब मसीह के प्रकाशन तक നമ്മൾ पहुंचे അടുത്ത ലെവലിൽ കയറുകയാണ്. तब हम अगले स्तर की ओर आ रहे This हैं। is not a revelation. तो ये अब प्रकाशन This नहीं is है, a lifestyle. ये जीवन शैली है, This is what our culture. ये एक संस्कृति है। You ready? क्या आप तैयार हैं? ഈ കോൺഫറൻസിൽ കയറി ഇറങ്ങി പോകുന്നവരെല്ലാം इस सभा में आकर जाने वाले सब लोग നാളുകളിൽ ടെസ്റ്റ് മണി പറയും. आने वाले दिनों में गवाही देंगे। ഗ്ലോറി സ്പോട്ടിൽ പോയാൽ അഭിഷേകം കിട്ടുമെന്നല്ല, ये नहीं कि ग्लोरी स्पोर्ट में जाने से अभिषेक मिलेगा, നിന്റെ സംസ്കാരം മാറും. ये कि संस्कृति बदल जाएगी। കൃപാവരങ്ങൾ ജ്വലിക്കുമെന്നല്ല, वरदान प्रकट हो रहे हैं वो नहीं, വേറൊരു സംഭവം നിന്റെ രക്തത്തിനകത്തിറങ്ങും. ये गवाही कि आपके खून में कुछ अलग ही मिल रहा है। നീ ചെന്ന് നിൽക്കുമ്പോൾ जब आप खड़े होंगे നിന്നിൽ കൂടെ ക്രൈസ്റ്റ് ഓവർഫ്ലോ ചെയ്യും. तो मसीह आपके अंदर से उमड़ने लगे। കൊരിന്തിന്റെ കൾച്ചറിനെ, ശമരിയുടെ കൾച്ചറിനെ, ഫിലിപ്പിയുടെ കൾച്ചറിനെ പൗലോസും തിമോത്തിയോസും കൂടെ തിരുത്തി എഴുതി കളഞ്ഞു. कोरिन्थ की संस्कृति को, सामरिया की संस्कृति को, फिलिप्पी की संस्कृति को अगर पौलुस और तीमुथियुस बदल देते हैं। ഹല്ലേലൂയ. हालेलुया। ശമരിയുടെ കൾച്ചറിനെ പൊളിച്ചു. सामरिया की संस्कृति को उन्होंने हटाया। എന്തിനാ നിനക്ക് റെവലേഷൻ? वो प्रकाशन किस लिए है? എന്തിനാ നിനക്ക് അഭിഷേകം? अभिषेक किस लिए है? ആമേൻ. ശുശ്രൂഷിച്ച് വയറ് നിറയ്ക്കുന്ന ഒരു ശുശ്രൂഷകനെ ഉണ്ടാക്കാനല്ല, सेवकाई करके पेट भर के जिंदगी बिताने के लिए नहीं। നൂറ്റാണ്ടുകളായി ആധിപത്യം പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ, सदियों से कब्जा जमाए हुए भारत की संस्कृति को बदलने के लिए, കേരളത്തിലൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആഴത്തിൽ ഇറങ്ങിയ ചില സംസ്കാരങ്ങളുടെ വേരറത്തുവിടാൻ, केरल में कुछ नहीं हो सकता ये कहने वाली संस्कृति की गहरी जड़ों को उखाड़ने के लिए
അഭിഷേക തൈലമായ സംസ്കാരം, अभिषेक के तेल रूपी संस्कृति, is a culture. ये एक संस्कृति है। ഒത്തിരി അപ്പോസ്തലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. बहुत से प्रेरितों को हमने देखा है, ശുശ്രൂഷയൊക്കെയാ, सेवकाई अच्छी है പക്ഷെ സംസ്കാരമില്ല. पर संस्कार संस्कृति नहीं है। പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്, भविष्यवक्ताओं को देखा है, ഷാർപ്പ് പ്രോഫറ്റ് ആണ്, बहुत बिल्कुल सटीक भविष्यवाणी करते हैं, പ്രവാചകന്റെ കൾച്ചർ ഇല്ല. पर भविष्यवक्ता की जो संस्कृति है वो नहीं है। ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. मैं भी ऐसा ही था, പക്ഷെ ഈ കോൺഫറൻസിന് വേണ്ടി ഞാൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ पर जब से मैं इस कॉन्फ्रेंस के लिए बैठने लगा, ദൈവം എന്നോട് പറഞ്ഞു, परमेश्वर ने मुझसे कहा, എനിക്ക് നിന്റെ പ്രസംഗം വേണ്ട. मुझे तेरा प्रचार नहीं चाहिए, I need a culture. मुझे एक संस्कृति चाहिए। നിന്റെ DNA കോഡ് മാറും. आपका DNA का कोड बदल जाएगा। നിന്റെ DNA-ക്കകത്ത് എഴുതിയിട്ടിരിക്കുന്നതെല്ലാം മാറ്റിക്കളയും ദൈവം. आपके DNA में जो कुछ लिखा है परमेश्वर उसको बदल देगा। നിന്റെ DNA-ക്കകത്ത് എഴുതിയത് മുഴുവൻ കേഴ്സും ശാപങ്ങളും രോഗങ്ങളും ഒക്കെ ആയിരുന്നു. आपके DNA में जो लिखा था वो सब श्राप थे, बीमारियां थी। പക്ഷെ ഈ സീസണിൽ നിന്റെ DNA-യിൽ എഴുതും पर इस सीजन में आपके DNA में वो जो लिखने जा रहा है റിവൈവൽ. वो बेदारी है, റിവൈവലിസ്റ്റ്, बेदारी लाने वाला, അപ്പോസ്റ്റൽ, प्रेरित, പ്രൊഫറ്റ്. भविष्यद्वक्ता। You want to cultivate that culture. एक ऐसी संस्कृति, അത് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണം. उसको हमें बनाना है। അതിന്റെ സീഡ് ആരും ഇടുന്നില്ല. उसका बीज कोई नहीं लगा रहा, എല്ലാരും ഗിഫ്റ്റും കൃപാവരങ്ങളും, सब लोग वरदानों के पीछे हैं, എല്ലാവർക്കും പ്രവചിക്കണം. सबको भविष्यद्वक्ता बनना है। പ്രവാചകന്മാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. अब भविष्यद्वक्ता इतने हो गए हैं कि निकलते पता नहीं कितनों से टकराते हैं। എല്ലാവർക്കും അപ്പോസ്തലനാവണം. सबको प्रेरित बनना है, സ്വയം അപ്പോസ്തലരായവർ വേറെ, और कुछ ऐसे दूसरे बहुत से लोग जो खुद प्रेरित बन गए। പക്ഷെ ദൈവം ഇവിടെ പറയുന്നു, നീ ഒരു പുതിയതിന്റെ വിത്തിട്. लेकिन परमेश्वर कह रहा है तू कुछ नया बीज डाल। ചിലപ്പോൾ 2-3 ഇയർ ആവും हो सकता है 2-3 साल बीत जाए കളിച്ച് കയറി വരാൻ. उसको उग कर बाहर आने में, പക്ഷെ 2-3 കൊല്ലം കഴിയുമ്പോൾ पर 2-3 साल के बाद കൃപാവരങ്ങൾക്ക് പുറകെ നടക്കുന്ന ആളുകളെയല്ല, वरदानों के पीछे भागने वाले लोग नहीं, കർത്താവിന്റെ പുറകെ നടക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരും. प्रभु के पीछे चलने वाली एक पीढ़ी खड़ी होगी, fully completely Christ centered, Christ focused, a generation in Christ. पूरी तरह से मसीह पर केंद्रित, मसीह पर ध्यान लगाने वाली एक पीढ़ी। ഞാൻ ആ വിത്തൊന്നിട്ടോട്ടെ. क्या मैं वो बीज बो सकता हूँ? കണ്ണടച്ച് अपनी आंखें बंद रखें। ഇന്നലെ വരെ നിന്റെ വീട്ടിൽ ജനിച്ചതെല്ലാം നിന്നെ പോലെ ശാപത്തിന്റെ കീഴിലായിരുന്നു. कल तक आपके घर में जो भी जन्मा वो आप ही की तरह श्राप में था, പക്ഷെ ഇനി നിന്റെ വീട്ടിൽ ജനിക്കാൻ പോകുന്നത് पर अब से आपके घर में जो जन्म ले रहा है കർത്താവിനെ പോലിരിക്കുക. वो प्रभु की तरह होगा। ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് एक साथ खड़े हो जाएं। ഈ ആമുഖ പ്രസംഗം ഞാൻ ഇങ്ങനെ നിർത്തുകയാണ്. ये शुरुआती प्रचार मैं इस तरह से समाप्त कर रहा हूँ। A new culture, एक नई संस्कृति, a new lifestyle. एक नई जीवन शैली, ദൈവത്തിന്റെ ആ തീ ഇവിടെ കത്തുന്നു. और परमेश्वर की आग यहाँ जल रही है। You are signing a heavenly refinery. आप एक स्वर्गीय तेल के कारखाने में प्रवेश कर रहे हैं। നിന്നെ റിഫൈൻ ചെയ്യും, वो आपको निखारेगा, നിന്നെ ഉരുക്കും. वो आपको पिघलाएगा। നീ ചാടാനും ബഹളം വെക്കാനും വന്ന മീറ്റിംഗ് അല്ല, सिर्फ उछल कूदने वाली मीटिंग नहीं है നീ ये। കസേര ഒടിക്കാൻ വന്നവനല്ല. आप कुर्सियां तोड़ने नहीं आए हैं। നീ നിന്റെ ഗ്രാമത്തിന്റെ അടിയിൽ അടിഞ്ഞു കിടക്കുന്ന അടിവേര് പൊട്ടിക്കാൻ വന്നവൻ. आपके गांव की गहराई में जो जड़ें जमी हुई हैं उसको काटने के लिए आप आए हैं।